Hello students, so today we are going to discuss Calicut University's General Paper Module 3. Okay, Module 3 Module ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് സ്കിൽസ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഈ മൊഡ്യൂളിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് കമ്മ്യൂണിക്കേഷന് വേണ്ട സ്കിൽസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയില്ലേ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് നമ്മുടെ ലൈഫിൽ. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് തന്നെ ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. സോ കമ്മ്യൂണിക്കേഷൻ ഹാവ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ അവർ ലൈഫ്. സോ ഇതിൽ നിങ്ങൾക്ക് ടോട്ടലി 13 ചാപ്റ്റർ പഠിക്കാനുണ്ട്. എന്താണ് കമ്മ്യൂണിക്കേഷൻ, എന്ത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, എന്ത് ബാരിയേഴ്സ്, കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സ് എന്താണെന്നും, പിന്നെ എങ്ങനെയാണ് നമ്മൾ മീറ്റിംഗ്സിൻ്റെ ഒക്കെ മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യുക, അതിൻ്റെ മെമ്മോസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക, ഇമെയിൽസ്, ലെറ്റേഴ്സ്, റെസ്യൂമേ, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ്, റിവ്യൂസ്, കേസ് സ്റ്റഡി, ഗ്രൂപ്പ് ഡിസ്കഷൻ, പ്രസൻറ്റേഷൻ സ്കിൽസ്, ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് ഓരോ ചാപ്റ്ററുമായിട്ട് നിങ്ങളുടെ മൊഡ്യൂൾ 3 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് നമ്മൾ പറയാനുള്ളത്, നമ്മൾക്ക് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഹാവ് മോസ്റ്റ് വൈറ്റൽ തിങ്സ് ഇൻ ഹ്യൂമൻ ലൈഫ്. എന്താണ് നമ്മുടെ ഹ്യൂമൻ ലൈഫിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കാരണം നമുക്ക് എവിടെ പോവുകയാണെങ്കിലും പേഴ്സണൽ ആയിക്കോട്ടെ പ്രൊഫഷണൽ ആയിക്കോട്ടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു പാർട്ട് നമുക്ക് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. So okay, its importance is realized only when it's breakdown. നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക എപ്പോഴാണ് അതിൻ്റെ പേരിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് താഴുമ്പോഴോ അല്ലെങ്കിൽ അത് നമ്മളെടുത്ത് നിന്ന് നഷ്ടമാകുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ്. ഇപ്പം നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഇൻ്റർവ്യൂവിലൊക്കെ പോയാൽ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുക എന്താണ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടോ എന്നാണ്. ഏതൊരാൾ റെസ്യൂമെ എടുത്ത് നോക്കിയാലും ഫസ്റ്റത്തെ സ്കിൽസിൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. കാരണം എന്താണ്, അതാണ് ഇപ്പോൾ ആളുകൾ നോക്കുന്നത്. നമ്മളുടെ CV കൊടുത്താലും നമ്മുടെ സർട്ടിഫിക്കറ്റൊക്കെ ആകെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകും, ക്വാളിഫൈഡ് ആണോ എന്ന് നോക്കും, ദാറ്റ്സ് ഇറ്റ്. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ പെർഫോമൻസ് ആണ്. നമ്മുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ലെവലാണ്, എത്രത്തോളം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ്. പിന്നെ നെക്സ്റ്റ് എന്താ പറയുക, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ മോഡ് ബൈ വിച്ച് ഹ്യൂമൻ ബീയിങ്സ് റീച്ച് ഔട്ട് ടു അതേഴ്സ്. മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു മോഡ്. അതായത് ഇപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, സോറി ഞാൻ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ത്രൂ കമ്മ്യൂണിക്കേഷൻ അല്ലേ. കമ്മ്യൂണിക്കേഷനിലൂടെയാണ് ഞാൻ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തത്. സോ അതേപോലെ മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു മോഡാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ദെൻ ഇതിൽ ആദ്യത്തെ 3 ചാപ്റ്റർ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുന്നത് കൊണ്ട് അത് 3 ഞാൻ ഒരുമിച്ചിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് 3 ചാപ്റ്റേഴ്സ് 3 കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ്. ഒന്നാമത്തെ ചാപ്റ്റർ പറയുന്നത് എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, അതിന്റെ പ്രോസസ്സ് എന്താന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തേതിൽ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താന്ന് പറയുന്നുണ്ട്. ദെൻ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. ബാരിയേഴ്സ് എന്ന് പറയുന്നത് ഒബ്സ്ട്രക്ഷൻ, അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് റെസ്ട്രിക്റ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഈ 3 ചാപ്റ്ററും കൂടെ ഞാൻ ഒരുമിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത്രയും ഓർത്ത് വെക്കുക, കമ്മ്യൂണിക്കേഷനെ നമ്മളുടെ വാട്ടർ പോലെ എയർ പോലെ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നത്തെ സൊസൈറ്റിയിൽ ജീവിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം കോവിഡിൻ്റെ സമയത്തൊക്കെ ഒരുപാട് പേര് ആകെ ഡെസ്പായിരുന്നു, അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്താണ്, മറ്റൊരാളുമായിട്ട് സംസാരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടായിരുന്നു. എല്ലാം ലോക്ക്ഡൗൺ ആയി, എല്ലാം അടച്ചിട്ടോ, ആർക്കും ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര പ്രശ്നങ്ങളായി. സോ കമ്മ്യൂണിക്കേഷൻ നമ്മളുടെ ഡിപ്രഷനിലേക്ക് വരെ നയിക്കുക. ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് എൻ്റെ ഡിപ്രഷൻ വരെ നയിക്കാൻ കാരണമുണ്ട്. സോ നമ്മളുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമുക്കിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് എങ്ങനെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്ത് പോയി, അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവണമെങ്കിൽ അതെന്താണ്, അതൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ല. ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്താവുള്ളൂ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് മാറുള്ളൂ. എന്നാൽ ഞാൻ ജസ്റ്റ് നിങ്ങളോട് ഇങ്ങനെ ക്ലാസ് എടുത്തിട്ട് പോയി നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല, അതൊരിക്കലും ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് മാറില്ല. ഞാൻ പറയുന്നത് എന്താണോ അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതാണ് നമ്മളുടെ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നാണ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്. സോ ഫസ്റ്റ് വൺ ഈസ് അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നതാണ് ഫസ്റ്റ് പറയുന്നത്. ഇറ്റ് എസ്റ്റാബ്ലിഷസ് റിലേഷൻഷിപ്പ് ആൻഡ് മേക്ക് കണക്ടിവിറ്റി പോസിബിൾ. സോ പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെന്ത് ചെയ്യും, ഒരു റിലേഷൻഷിപ്പിനെ എസ്റ്റാബ്ലിഷ് ചെയ്യും. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ റിലേഷൻഷിപ്പും കൂടെ അതിലൂടെ ഗ്രോ ചെയ്യുന്നുണ്ട്. അതുപോലെ കണക്ടിവിറ്റി കൂട്ടും. അതായത് ഇപ്പോൾ ഞാൻ നിങ്ങളോട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ത്രൂ കമ്മ്യൂണിക്കേഷൻ ആണല്ലേ. അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ കണക്ട് ചെയ്യില്ല, ഞാൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒന്നും ചെയ്ത് നിൽക്കുമ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ആവുന്നില്ല. മറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്താണ്, ഇപ്പം നമ്മളൊരു ബസ്സിൽ പോകുമ്പോൾ നമ്മൾ അപ്പുറത്തിരിക്കുന്ന ആളോട് ഒന്നും സംസാരിക്കാതെ നിന്ന് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ആവുന്നില്ല. മറിച്ച് ഞാൻ അയാളോട് സംസാരിച്ച് അയാളെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഞങ്ങൾ സംസാരിച്ച് അവിടെ എന്താണ്, അവിടെ ഒരു ഡെവലപ്പ് ആണ്, ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു കണക്ട്
മൈൻഡ് ഡെവലപ്പ് ആവുകയാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് അവിടെ വരാൻ തുടങ്ങി. സോ ഇതെന്ത് ചെയ്യും, ഒരു റിലേഷൻഷിപ്പിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കെ കമ്മ്യൂണിക്കേഷന് സാധിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, എവരി മെസ്സേജ് ഹാവ് എ പേർപ്പസ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് ടു ഫുൾഫിൽ. അതായത് എല്ലാ മെസ്സേജിനും, ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ എടുത്ത് തരുന്നതാണ്. ഇതിനൊരു പർപ്പസ് ഉണ്ട്. ഇതിൻ്റെ പർപ്പസ് എന്താ? നിങ്ങൾ പഠിക്കണം, നിങ്ങൾ എക്സാം എഴുതണം, നിങ്ങൾ പാസ്സാവണം, നിങ്ങൾ നല്ല ക്വാളിഫൈഡ് ആവണം, നിങ്ങൾ നല്ലൊരു ജോലിക്ക് കയറണം. ഇതുപോലെയുള്ള പേർപ്പസാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് തരുന്ന മെസ്സേജിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ നമ്മൾ ഓരോ കാര്യം എല്ലാവരോട് പറയുമ്പോഴും എല്ലാത്തിനും ഒരു പേർപ്പസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടു ഫുൾഫിൽ. അത് നിറവേറാനുള്ളൊരു കാര്യം അപ്പുറത്തുണ്ടാവും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ് അത് എഴുതി വെക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു പർപ്പസ് ഉണ്ടാവും. മേ ബി അത് എഴുതാൻ പറയുന്നതിന് അവിടെ ഒരു റീസൺ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതാണ് നെക്സ്റ്റ് പറയുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വേർഡ്, അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ആയിട്ട് പറയുന്നത് പ്രോസസ് ഓഫ് കൺവേയിങ് മെസ്സേജ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അതായത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ വേർഡ്സിൽ പ്രോസസ് ഓഫ് കൺവേയിങ് മെസ്സേജ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് മെസ്സേജ് കൺവേ ചെയ്യുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. ആ മെസ്സേജ് എന്താവാ? നോളജ് ആവാം. ഇപ്പൊ എന്താണ്, നമുക്കിടയിൽ അറിവുകൾ പകരമാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫാക്റ്റ് എന്തെങ്കിലും കാര്യങ്ങളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയ, ഇതൊക്കെ ആവാം. ആ ഒരു കാര്യം എന്നുള്ളത്, മെസ്സേജ് എന്നുള്ളത് എന്തുമാവാം, നോളജ്, ഫാക്റ്റ്, ഐഡിയ. അത് ഒരു പേഴ്സണിൽ നിന്ന് അനദർ പേഴ്സണിലേക്ക് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അനദർ പേഴ്സണിലേക്ക് കൺവേ ചെയ്യുന്നതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ദെൻ ഈ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ട്, അതായത് ലാറ്റിൻ വേർഡായിട്ടുള്ള കമ്മ്യൂണിക്കെയർ എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ്. ഓക്കെ, ലാറ്റിൻ വേർഡായിട്ടുള്ള കമ്മ്യൂണിക്കെയർ എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെ വേറൊരു വേർഡ് പറയുന്നുണ്ട്, ഫ്രഞ്ച് വേർഡായിട്ടുള്ള കമ്മ്യൂണൈസ് എന്ന് പറയുന്ന വേർഡും ഉണ്ട്. ഇതൊക്കെ മീനിങ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുക എന്നാണ്. ലാറ്റിൻ കമ്മ്യൂണിക്കെയർ, ഫ്രഞ്ചിൽ കമ്മ്യൂണിസ് എന്ന് പറയുന്നത്. ഇതിനൊക്കെ സെയിം മീനിങ് ആണ്. ഇൻഫോർമേഷൻ പാസ് ചെയ്യുക, ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് ഇതിനെല്ലാം ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്ത് നമുക്ക് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എന്താണ്? It is the process through which two or more persons come to exchange ideas and understanding among them. ഇതൊരു പ്രോസസ്സാണ്. എന്തിൻ്റെ? രണ്ടോ അതിലധികമോ ആളുകൾ അവരുടെ ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. ഇനി കമ്മ്യൂണിക്കേഷൻ്റെ 6 എലമെന്റ് പറയുന്നുണ്ട്. There are 6 elements for communication. Okay, 6 elements ആണ്. ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഈ 6 എലമെന്റ് മസ്റ്റ് ആണ്. ഓക്കെ, അതായത് ഒരു സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഈ ഒരു 6 എലമെന്റ്സ് മസ്റ്റ് ആണ്. അതിൽ ഒന്നാമത്തെ എലമെന്റ് എന്താണ്? സെൻഡർ. സെൻഡർ എന്ന് പറഞ്ഞാൽ എന്താ? ആരാണോ മെസ്സേജ് അയക്കുന്നത് അവരാണ് സെൻഡർ. ഓക്കെ, മെസ്സേജ് ആരാണോ അയക്കുന്നത് അതിനെ നമുക്ക് എൻകോഡർ എന്ന് പറയാം. എൻകോഡ് ചെയ്യുന്ന ആള്. മെസ്സേജ് ആരാണോ അയക്കുന്നത് അവരാണ് സെൻഡർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ മെസ്സേജ്. എന്താണോ മെസ്സേജ്, നമ്മൾ അയക്കുന്ന മെസ്സേജ് എന്താണ്? നോളജ് ആവാം, ഐഡിയ ആവാം, ഫാക്റ്റ് ആവാം, എന്തോ ആയിക്കോട്ടെ, ആ മെസ്സേജ് ആണ് രണ്ടാമത്തെ എലമെന്റ്സ്. ദെൻ ചാനൽ എന്ന് പറഞ്ഞാൽ ഏതിലൂടെയാണോ മെസ്സേജ് പോകുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ത്രൂ മീഡിയ ഏതാണ്? നമ്മൾക്കിടയിലുള്ള ചാനൽ എന്ന് പറയുന്നത് മൊബൈൽ ഫോണാണ് അല്ലേ? എനിക്കും നിങ്ങൾക്കും ഇടയിലുള്ള, ഞാൻ സെൻഡർ ആണ്, ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതാണ് എൻ്റെ മെസ്സേജ്. ചാനൽ എന്ന് പറയുന്നത് എൻ്റെ ഫോണാണ്. ഓക്കെ, ഫോണിലൂടെയാണ് നമ്മൾ അങ്ങോട്ട് കൺവേ ചെയ്യുന്നത്. സോ എന്താണ്? അപ്പൊ നെക്സ്റ്റ് ചാനൽ ആൻഡ് റിസീവർ. റിസീവറിനെ നമുക്ക് ഡീ കോഡർ എന്ന് പറയാം. റിസീവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾ, ഡീ കോഡർ എന്ന് പറയാം. ആ നെക്സ്റ്റ് നോയ്സ്. നോയ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയിൽ വരുന്ന ശബ്ദങ്ങൾ, ബഹളങ്ങളെയാണ് നോയ്സ് എന്ന് പറയാം. ദെൻ ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് എന്താണോ എൻ്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയത് അതാണ് ഫീഡ്ബാക്ക്. റിസീവറിൽ നിന്ന് സെൻറ്ററിലേക്ക് തിരികെ വരുന്നതാണ് ഫീഡ്ബാക്ക്. ഇപ്പം എൻ്റെ ക്ലാസ് ഒന്നെങ്കിൽ മോശമായിരിക്കാം അല്ലെങ്കിൽ നല്ലതായിരിക്കാം, അതാണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. മേ ബി അത് ഗുഡ് ആയിരിക്കാം, അത് ബാഡ് ആയിരിക്കാം. ഓക്കെ, അതാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. സോ ഈ ഒരു 6 എലമെന്റ്സ്, സെൻഡർ, മെസ്സേജ്, ചാനൽ, റിസീവർ, നോയ്സ് ആൻഡ് ഫീഡ്ബാക്ക്, ഈ 6 എലമെന്റ്സ് ഒരു സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷന് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഒരു കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഈ 6 എലമെന്റ്സ് അവിടെ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. To make a communication effective, one should give emphasis to communality involved in any interaction. കോണ്ടെക്സ്റ്റ് നോക്കിയിട്ട്, അതുപോലെ നമ്മൾ കോണ്ടെക്സ്റ്റ് നോക്കണം. നമ്മൾ സംസാരിക്കുന്ന കോണ്ടെക്സ്റ്റ് ഏതാണെന്ന് നോക്കണം. ഇപ്പൊ മരണ വിട്ട് പോയിട്ട് ഭയങ്കര സന്തോഷമുള്ള വാർത്ത ഒന്നും പറഞ്ഞ് ചിരിക്കാൻ പറ്റില്ല നമുക്ക്. സോ എന്താണ്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കോണ്ടെക്സ്റ്റ് നോക്കല് മസ്റ്റ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാനുള്ളത് എന്താണ്? പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ.
ഓക്കെ. സോ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറയുന്നതിന് മുമ്പ് അതിലെ കുറച്ച് കാര്യങ്ങൾ പറയാം. അതെന്താണ്? ഇറ്റ് ഈസ് എ കോപ്പറേറ്റീവ് പ്രോസസ്സ്. ഒരു കോപ്പറേറ്റീവ് പ്രോസസ്സ് ആണ് ഇൻവോൾവിങ് ടു പാർട്ടീസ്. രണ്ട് പാർട്ടീസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് പ്രോസസ്സ് ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. വൺ വു ട്രാൻസ്മിറ്റ്, ആ രണ്ട് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആൾ, വൺ വു ട്രാൻസ്മിറ്റ്, ഒരാൾ എന്താണ് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആളാണ്. ആൻഡ് ദ അതർ വൺ ഈസ് റിസീവ് ദ മെസ്സേജ്, രണ്ടാമത്തെ ആൾ ആരാണ്? ആ മെസ്സേജ് റിസീവ് ചെയ്യുന്ന ആള്. ഓക്കെ. സോ ഒരാൾ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരാളാണ്, മറ്റേ ആള് റിസീവ് ചെയ്യുന്ന ആൾ. ഈ ടു പാർട്ടീസ് തമ്മിലൊരു കോപ്പറേറ്റീവ് പ്രോസസ് ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? The respective parties must have the ability to convey and listen to what her counterpart has to communicate. So എന്താണ്? ആ രണ്ട് പാർട്ടീസിനും ആ ഫസ്റ്റത്തെ, അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളിന് അത് കൺവേ ചെയ്യാനുള്ള എബിലിറ്റിയോ അത് കേൾക്കുന്ന ആൾക്ക് ശ്രദ്ധിച്ച്, നമ്മൾ ലിസണിങ്ങും ഹിയറിങ്ങും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും കേൾക്കാം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ അവിടെ നിന്നൊരു ശബ്ദം വന്നാൽ എനിക്കത് കേൾക്കാം, അതാണ് ഹിയറിംഗ്. ബട്ട് ലിസണിങ് എന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ അവിടെ നിന്നൊരു ശബ്ദം വരുന്നുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്താണ്? അത് ലിസണിങ് ആണ്. ഓക്കെ. ഹിയറിങ്ങും ലിസണിങ്ങും ഉണ്ട്. സോ ഈ ഒരു രണ്ട് പാർട്ടീസിനും എന്ത് വേണം? അബിലിറ്റി ടു കൺവേ ആൻഡ് ലിസൺ, അതായത് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആളിന് അത് കൺവേ ചെയ്യാനുള്ള അബിലിറ്റിയും വേണം, അത് റിസീവ് ചെയ്യുന്ന ആൾക്ക് അത് ലിസൺ ചെയ്യാനുള്ള, എന്താണോ പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള അബിലിറ്റി കൂടെ വേണം എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ് sending the message as well as receiving the reaction response to the message, and there is two-way traffic. ഒരു two-way traffic ആണ്. അതായത് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക, അതൊരു വൺ വേ ട്രാഫിക് ആണ് അല്ലേ? ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്ത് തരിക, ഒരൊറ്റ ഒരാൾ മാത്രം. പക്ഷെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടു വേ ആണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു, ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾ ആൻസർ തന്നു. അപ്പം എന്താണ്? അവിടെ ഞാനും ഇൻക്ലൂഡ് ആണ്, നിങ്ങളും ഇൻക്ലൂഡ് ആണ്. അപ്പം എന്താ? ടു വേ പ്രോസസ് ആയി അല്ലെ? ടു വേ ട്രാഫിക് ആയി. അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ്? സെൻഡിങ് മെസ്സേജ് മാത്രമല്ല, റിസീവിങ് ദ റിയാക്ഷൻ അല്ലെങ്കിൽ റെസ്പോൺസ്. എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും റിയാക്ഷൻ കിട്ടുന്നുണ്ടോ, റെസ്പോൺസ് കിട്ടുന്നുണ്ടോ, അതും കൂടെ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഒരു ടു വേ ട്രാഫിക് ആണ്. അതായത് സെൻഡിങ് മെസ്സേജ് ആസ് വെൽ ആസ് റെസ്പോണ്ടിങ്, അതായത് ഗിവിങ് റെസ്പോൺസ്. എന്താണോ റെസ്പോൺസ് അത് തരുന്നതും കൂടെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ ടു വേ ട്രാഫിക് എന്ന് പറയാൻ കാരണം. നെക്സ്റ്റ് എന്താണ്? The sender select appropriate symbol to suit the situation and realize the meaning through speech or writing depending upon the requirement or needs. അപ്പോൾ എന്താണ്? ഈ സെൻഡർ ആണ് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പറയുന്നതും അല്ലെങ്കിൽ എഴുതുന്നതും. ഓക്കെ. എഴുതുന്നതാണെങ്കിലും അത് സെൻഡർ ആണ്. ഓക്കെ. അപ്പോൾ ഈ സെൻറ്റർ ആയിരിക്കും ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മീനിങ്സ് ഒക്കെ മനസ്സിലാക്കിയിട്ട് ആ ഒരു റിക്വയർമെൻറ്റിനും നീഡിനനുസരിച്ചിട്ടൊക്കെ എഴുതുന്നത്. അറ്റ് ദ റിസീവിംഗ് ആൻഡ് ദ സിമ്പിൾസ് ആർ ഐഡൻറ്റിഫൈഡ് ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ഒബ്വിയസ്ലി ഇംപ്ലൈസ് റെക്കഗ്നിഷൻ ഓഫ് മീനിങ് ത്രൂ ദ ഇൻ്റർപ്രറ്റീവ് പ്രോസസ്. അപ്പോൾ എന്താണ്? ഞാൻ എന്താണ് പറയേണ്ടത് അത് ഞാൻ എന്ത് ചെയ്ത് വെക്കും? ഞാൻ എൻ്റെതായ രീതിയിൽ മീനിങ് ഒക്കെ കണ്ടെത്തി സിമ്പിൾസ് ഒക്കെ വെച്ച് ഞാനത് കൺവേ ചെയ്യും. അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കും അത് അതേപോലെ മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ വേറെ രീതിക്ക് എടുത്താൽ അവിടെ എന്തായി? ആ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആയില്ല, ഫുള്ളി റോങ് കമ്മ്യൂണിക്കേഷൻ ആയി മാറും. പക്ഷെ ഞാൻ എന്താണ് പറയുന്നത് അത് അതേപോലെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആയി മാറും. ഇനി നോയ്സ് എന്താണ്? നോയ്സ് ഈസ് ദാറ്റ് വിച്ച് ഒബ്സ്ക്യൂർ ഓർ കൺഫ്യൂസസ് ദ സിഗ്നൽ ക്യാരിഡ്. ഇപ്പം നമുക്കറിയാം ഒരു സിഗ്നൽ, അതായത് സൗണ്ട് സിഗ്നൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. നിങ്ങൾക്ക് ഞാനൊരു സൗണ്ട് സിഗ്നൽ ചെയ്യുമ്പോൾ ഇവിടെ ഫാനിൻ്റെ ഒരു ശബ്ദം ഉണ്ടാവും. ആ ഫാനിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് നോയ്സ്. ഒരു നോയ്സ് ആണ്. ഇതിൻ്റെ സൗണ്ട് സിഗ്നലിൻ്റെ കൂടെ വരുന്ന ഒരു നോയ്സ് ആണ് ഈ ഫാനിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ പുറത്ത് മഴ പെയ്യുന്നുണ്ട്, റെയിനിങ് ആണ്. അപ്പോൾ റെയിനിങ് ആകുമ്പോൾ ആ റെയിനിൻ്റെ സൗണ്ട് എന്താണ്? ഒരു നോയ്സ് ആയിട്ട് വരും എൻ്റെ സൗണ്ടിൻ്റെ കൂടെ. അതാണ് നോയ്സ് എന്ന് പറഞ്ഞാൽ ഒബ്സ്ക്യൂർ അല്ലെങ്കിൽ കൺഫ്യൂസസ് ദാറ്റ് സിഗ്നൽ ക്യാരിഡ്. സിഗ്നൽ ക്യാരി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂസസിനെ അല്ലെങ്കിൽ ഒബ്സ്ക്യൂറിനെ നമ്മൾ എന്ത് പറയാം? നോയ്സ് എന്ന് പറയാം. The next, the response to a communication is an essential as the initial communication because the response indicate the impact of the communication and the standard format expert call it as feedback. So feedback എന്ന് പറഞ്ഞാൽ എന്താ? റെസ്പോൺസ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ. ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങളത് ലൈക്ക് അടിക്കുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൗൺസിലേഴ്സിനോട് പറയുകയാണ് ഓക്കെ ഈ ക്ലാസ് കൊള്ളാം അല്ലെങ്കിൽ ഈ ക്ലാസ് പോരാ എന്ന് പറയുമ്പോൾ അതൊരു റെസ്പോൺസ് ആണ്, അതൊരു ഫീഡ്ബാക്ക് ആണ് അല്ലേ? സോ ഒരു ഫീഡ്ബാക്ക് മസ്റ്റ് ആണ്. അതായത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലാക്കാൻ. ഇപ്പം നമുക്കറിയാം ചില വലിയ മീറ്റിങ്ങിലൊക്കെ പോയാൽ പിന്നെ നമ്മളോട് ഫീഡ്ബാക്ക് ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അത്
എന്താണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റി, അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ അവിടെ എത്രത്തോളം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ബാഡ് ആണോ അല്ലെങ്കിൽ ഗുഡ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ ത്രൂ ഫീഡ്ബാക്ക് ആണ്. അത് ബേബി സർവേ, ഇപ്പൊ നമ്മൾ സർവേ എന്നൊക്കെ പറഞ്ഞ ഫീഡ്ബാക്ക് ആണ് അല്ലേ. ചില ഹോട്ടലിലൊക്കെ ചെന്നാൽ നമുക്ക് ഉണ്ടാവും അവിടെ ഫീഡ്ബാക്ക് ചെയ്താണ്ടാവും, അല്ലെങ്കിൽ ചില ആളുകൾ സർവേ ഫോം ആയിട്ട് വരും എന്തെങ്കിലും കാര്യത്തിന്റെ ഫീഡ്ബാക്ക് പറയണം. അപ്പൊ അതൊക്കെ ഫീഡ്ബാക്കിൽ ഇൻക്ലൂഡ് ആവാം. അപ്പൊ ഒരു റെസ്പോൺസ് ആണ്, അതായത് ഇമ്പാക്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു റെസ്പോൺസ് ആണ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ. The message to be communicated may be conveyed either verbally, in writing, or by means of sign, gestures or symbols. അതായത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് നമുക്ക് വേർബലി പറയാം. ഓക്കെ, ഇങ്ങനെ സംസാരിച്ചു കൂടെ. വേർബൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ വോക്കലൊക്കെ യൂസ് ചെയ്തിട്ട് സംസാരിക്കുന്നതാണ് വേർബൽ എന്ന് പറഞ്ഞാൽ, സൗണ്ട് യൂസ് ചെയ്തിട്ട് വേർബൽ. Then writing, നമുക്ക് റൈറ്റ് ചെയ്തിട്ട് നമുക്ക് മെസ്സേജ് കൺവേ ചെയ്യാം. ആൻഡ് അറ്റ് ദ സെയിം ടൈം വി ക്യാൻ കൺവേ ബൈ സൈൻസ്, ഗസ്റ്റേഴ്സ്, സിംബൽസ്. സയൻസ് യൂസ് ചെയ്തിട്ട്, അതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. വേർഡ്സ് യൂസ് ചെയ്യാത്ത നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. വെർബലും ഉണ്ട്, നോൺ വെർബലും ഉണ്ട്. വെർബൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ വായ കൊണ്ട് സംസാരിക്കുന്നത്. നോൺ വെർബൽ എന്നാണ് വേർഡ്സ് യൂസ് ചെയ്യാറ്. അപ്പൊ നോൺ വെർബൽ വഴി നമുക്ക് മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സയൻസ് വഴി, ഗസ്റ്റേഴ്സ് വഴി, നമ്മൾ കൈകൊണ്ടൊക്കെ ആംഗ്യം കാണിച്ചിട്ട് അങ്ങനെയൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാം അല്ലേ, മെസ്സേജ് കൺവേ ചെയ്യാന്നാണ് പറയുന്നത്. More than one may be adopted to make the communication effective. Hence, you must have in speaker using peculiar body language. നമുക്ക് അത് ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ മാത്രം ആവണമെന്നില്ല. നമുക്ക് വെർബലിന്റെ കൂടെ നോൺ വെർബലും അഡാപ്റ്റ് ചെയ്യാം. അതെങ്ങനെയാണ്, ഇപ്പൊ ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ഇപ്പൊ വെർബൽ മാത്രമായിട്ട് ഞാൻ അങ്ങനെ കൈ കെട്ടി നോക്കിയേ, ദിസ് ഈസ് വെർബൽ കമ്മ്യൂണിക്കേഷൻ, ദിസ് ഈസ് ദാറ്റ് ഈസ് എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അത് അത്രത്തോളം എഫക്റ്റീവ് ആയിക്കൊള്ളണമെന്നില്ല. മറിച്ച് ഞാൻ നിങ്ങളെന്റെ കൈകൊണ്ടൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ ഓരോ ഗസ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഇവിടേക്ക് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവിടെ എന്ത് വരുന്നുണ്ട്, വെർബലും വരുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം എൻ്റെ ഹാൻഡും ഗസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ സംസാരിക്കുന്നത് എന്താണ്, വെർബലും നോൺ വെർബലും വരുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ ആകുമ്പോൾ എന്താണ്, കുറച്ചും കൂടെ എഫക്റ്റീവ് ആവും. ഇപ്പൊ ചില നമ്മളൊരു സ്പീച്ചൊക്കെ കേൾക്കാൻ പോയാൽ അവിടെയുള്ള ചില ആളുകൾ ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ മതി. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടാവും. അതിനനുസരിച്ചിട്ടായിരിക്കും അവർ സംസാരിക്കുക. നമ്മൾ ചില ആളുകളെ ബോഡി ലാംഗ്വേജ് നമ്മൾ മിമിക്രിക്കാരൊക്കെ കളിയാക്കാറുണ്ട്. അത് അവരുടെ ബോഡി ലാംഗ്വേജ് ആണ്. അപ്പോൾ അവരങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഒന്നും ഇണ്ടാതെ കയ്യും കെട്ടി എവിടെയും അരങ്ങാതെ ഇങ്ങനെ പറയുകയാണ്, ദിസ് ഈസ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ബൈ വിച്ച് വൺ പേഴ്സൺ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഒന്നും നിങ്ങൾക്ക് അത് മനസ്സിലായിക്കൊള്ളില്ല. മറിച്ച് ഞാൻ ഈ നോൺ വെർബൽ ആയിട്ടുള്ള ഗസ്റ്റേഴ്സ് ഒക്കെ കൂട്ടിയപ്പോൾ എന്തായി, സയൻസ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്തായി, നിങ്ങൾക്ക് കുറച്ചും കൂടെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവാൻ തുടങ്ങി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്, വെർബൽ നമുക്ക് യൂസ് ചെയ്യാം, നോൺ വെർബൽ യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് ഇതിൽ പറയാനുള്ളത് communication, അതായത് the purpose of communication is that passing information and understanding. ഒരു കമ്മ്യൂണിക്കേഷന്റെ മെയിൻ പേർപ്പസ് എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ പാസ് ചെയ്യുക, അത് മറ്റൊരാൾക്ക് മനസ്സിലാവുക. ടു ബ്രിങ് ഔട്ട് കോമൺനെസ് ആൻഡ് പർപ്പസ്, ഇൻട്രസ്റ്റ് ആൻഡ് എഫേർട്ട്, നമ്മുടെ എഫേർട്ടും ഇൻട്രസ്റ്റും അതുപോലെ പർപ്പസ് ഒക്കെ പുറത്തോട്ട് കൊണ്ടുവരാനുള്ള ഒരു പ്രോസസ്സാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുക, ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുകയാണ്, അതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി അതിൻ്റെ താഴെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ആളുകളുടെ പേര് പറയുന്നുണ്ട്. The idea of analyzing the factors of communication is not new. The first model is generally attributed to Aristotle, who is in his rhetoric gains art science of communication a proper framework. Okay, അപ്പോൾ അദ്ദേഹമാണ്, അരിസ്റ്റോട്ടിലാണ് ആദ്യമായിട്ടൊരു പ്രോപ്പർ ഫ്രെയിംവർക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷന് തന്നിട്ടുണ്ടായിരുന്നു റിട്ടോറിക്കൽ. ഈ പ്രപ്പോസ്ഡ് എ സിംപ്ലിസ്റ്റിക് മോഡൽ കമ്മ്യൂണിക്കേഷൻ വിച്ച് ഹാഡ് ഇറ്റ്സ് component, a sender, a receiver and a message. It formed the clues around which the later theories were based. അപ്പോൾ എന്താണ്, അദ്ദേഹം അരിസ്റ്റോട്ടിൽ കൊണ്ടുവന്നത് 3 എലമെന്റ്സ് ഉള്ള സെൻഡറും റിസീവറും മെസ്സേജ് ഉണ്ടാവും എന്നുള്ള ഒരു സിമ്പിൾ മോഡലായിരുന്നു. പക്ഷെ അതിനടുത്ത് പിന്നെ ഏതൊക്കെ വന്നു, ചാനൽ വന്നു, നോയിസ് വന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്നു. സോ അദ്ദേഹം ആദ്യം കൊണ്ടുവന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ഒരു സെൻഡർ ഉണ്ടാവും, ഒരു മെസ്സേജ് ഉണ്ടാവും, ഒരു റിസീവർ ഉണ്ടാവും എന്നുള്ള ഒരു മോഡലായിരുന്നു അദ്ദേഹം ആദ്യം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വന്നതല്ല, കുറേ കാലം മുന്നേ ഈ പറയുന്ന കാര്യം ഭൂമിയിലുണ്ട് എന്നാണ് അവർ പറയുന്നത്. പിന്നെ അടുത്തത് ഹറോൾഡ് ലാസ്വെൽ എന്ന് പറയുന്ന ആള് ആഡഡ് ദ കോൺസെപ്റ്റ് ഓഫ് എ ചാനൽ വിച്ച് വാസ് ടു ബി ചൂസൺ ബൈ ദ സെൻഡർ. ഓക്കെ, അപ്പം എന്താണ്, ആദ്യം അരിസ്റ്റോട്ടിലാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു ഐഡിയ എടുത്തു വെച്ചത്. അപ്പോൾ അദ്ദേഹം പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് ആകെ എന്തുണ്ടായിരുന്നുള്ളൂ, ഈ പറയുന്ന ഒരു സെൻഡർ ഉണ്ടാവും, ഒരു മെസ്സേജ് ഉണ്ടാവും, ഒരു റിസീവർ ഉണ്ടാവും. ഇത് അയക്കാൻ ഒരാളുണ്ടാവും, അയക്കുന്ന ഒരു സാധനം ഉണ്ടാവും, അത് കേൾക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്ന ഒരാളുണ്ടാവും.
അതാണ്. പക്ഷെ ഹരോൾഡ് വന്ന സമയത്ത് ഹരോൾഡ് അതിലേക്ക് എന്തും കൂടെ ചേർത്തു, ചാനൽ എന്നുള്ളൊരു കോൺസെപ്റ്റും കൂടെ ചേർത്തു. ഓക്കെ, ചാനൽ എന്നുള്ള ഈ ചാനൽ ആരാണ് ഡിസൈഡ് ചെയ്യുക? സെൻഡർ ആണ്. ഞാൻ എങ്ങനെ അയക്കുന്നു അത് ഞാനല്ല ഡിസൈഡ് ചെയ്യാം. മേ ബി അതൊരു മൈക്കിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഫോണിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ലാപ്പ് അതുപോലെയുള്ള കാര്യങ്ങളിലൂടെ ആയിരിക്കാം. സോ അതെന്താണ്, ചാനൽ ഏതാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് സെൻഡർ ആണ്, ഈ പറയുന്ന ഞാനാണ്. ഇത് ഹരോൾഡ് കണ്ടെത്തിയതാണ്. ചാനൽ എന്നുള്ള കോൺസെപ്റ്റ് ഹരോൾഡ് ലാസ്വെൽ കണ്ടെത്തിയതാണ്. അദ്ദേഹം പറഞ്ഞതാണ് ചാനൽ വാസ് ചൂസൺ ബൈ ദ സെൻഡർ. സെൻഡർ ആണ് ചാനൽ ചൂസ് ചെയ്യുക. ഓക്കെ, ദ നെക്സ്റ്റ് ഷാനോൺ ആൻഡ് വീവർ കണ്ടെത്തിയതാണ്. പ്രപ്പോസ്ഡ് എ മോഡൽ വിത്ത് ഫോളോയിങ് കമ്പോണൻറ്റ്. അതായത് അടുത്ത ആളുകളാണ് ഷാനോണും വീവറും. അവർ പ്രപ്പോസ് ചെയ്തൊരു മോഡലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻ സോഴ്സ് ഉണ്ടായിരുന്നു, മെസ്സേജ് ഉണ്ടായിരുന്നു, ട്രാൻസ്മിറ്റർ ഉണ്ടായിരുന്നു, സിഗ്നൽ ഉണ്ടായിരുന്നു, ചാനൽ ഉണ്ടായിരുന്നു, നോയ്സ് ഉണ്ടായിരുന്നു, റിസീവർ ഉണ്ടായിരുന്നു, ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നു. ഒരു മോഡലാണ് അവർ പ്രപ്പോസ് ചെയ്തത്. അതായത് സോഴ്സ് തൊട്ട് അതിൻ്റെ ഡെസ്റ്റിനേഷൻ വരെയുള്ള ഒരു ലോങ് മോഡലാണ് ഈ ഷാനോൺ ആൻഡ് വീവർ പറഞ്ഞ ആളുകൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. For Shannon, a receiver is the technical instrument. Our destination is the one who consume and process the message. ഷാനോണിനെ സംബന്ധിച്ചിടത്തോളം അവരെന്താ പറയുക, റിസീവർ എന്ന ടെക്നിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. ഒരു ടെക്നിക്കൽ ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ റിസീവർ എന്ന് പറയുക. ഇപ്പം ഞാൻ നിങ്ങൾക്ക് അയക്കുമ്പോൾ നിങ്ങളുടെ ഷാനോണിനെ സംബന്ധിച്ചിടത്തോളം കേട്ടോ, നിങ്ങളുടെ ഫോണാണ് ഈ പറയുന്ന റിസീവർ. നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ഡെസ്റ്റിനേഷനാണ് എന്നാണ് ഷാനോൺ പറഞ്ഞത്. പക്ഷെ പിന്നെ ഇപ്പം എന്താണ്, റിസീവർ നമ്മളായിട്ട് മാറില്ലേ, കിട്ടുന്ന ആളായിട്ട് മാറി റിസീവർ. പക്ഷെ ഷാനോണിനെ സംബന്ധിച്ചിടത്തോളം ആ കിട്ടുന്ന വസ്തു എന്ന് പറയുന്നത് ടെക്നിക്കൽ ആയിട്ടുള്ള തിങ്ങാണ് റിസീവർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫോൺ ആയിരിക്കാം ഇവിടെ. ഓക്കെ, അതാണ്. അല്ലെങ്കിൽ അത് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നതാണ് അത് കിട്ടുന്ന ആൾ എന്നാണ് പറഞ്ഞത്. വെൻ ഫ്രാങ്ക് ഡാൻസ് അല്ലെങ്കിൽ കാൾ ലാൻസൺ എന്ന് പറഞ്ഞ രണ്ട് പേര് കൊണ്ടുവന്നതാണ് 126 എക്സിസ്റ്റിംഗ് ഡെഫിനിഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഈ ഫ്രാങ്ക് ഡാൻസും കോൾ ലാൻസൺ എന്ന് പറഞ്ഞ രണ്ട് പേര് പറഞ്ഞു 126 ഡെഫിനിഷൻസ് ഉണ്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് കണ്ടെത്തി. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഒറ്റ ഡെഫിനിഷനുമേ തീർക്കാൻ പറ്റില്ല. പല ഡെഫിനിഷൻ കൊടുക്കാം, പല എലമെന്റ്സ് കൊടുക്കാം. പക്ഷേ ഈ ഒരു 6 എലമെന്റ് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചാനൽ, റിസീവർ, സെൻഡർ, നോയ്സ്, ഫീഡ്ബാക്ക്, മെസ്സേജ് എന്ന് പറഞ്ഞ ഈ 6 എലമെന്റ്സ് ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് നമുക്ക് അതിന്റെ പ്രോസസ്സ് പറയുന്നുണ്ട്. പ്രോസസ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഐഡിയ ഉണ്ടാവും, അതിനൊരു സെൻഡർ ഉണ്ടാവും. ഓക്കെ, ഈ ഐഡിയക്ക് ഒരു സെൻഡർ ഉണ്ടാവും. ഈ സെൻഡറിൽ നിന്ന് അതെന്താവും, അത് മെസ്സേജ് എൻകോഡ് ചെയ്തിട്ട് അത് ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, ഐഡിയ സെൻറ്ററിൻ്റെ ഉള്ളിലുണ്ടാവും. അയാൾ അതെന്ത് ചെയ്യും, ആ മെസ്സേജിനെ എൻകോഡ് ചെയ്യും. ഓക്കെ, ഇതാണ് മെസ്സേജ് അയക്കേണ്ടത് എന്ന് അദ്ദേഹം ഓർത്ത് വെക്കും. ഇങ്ങനെ ഒരു സിഗ്നൽ ഉണ്ടാവും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അത് ഡീകോഡ് ചെയ്ത് റിസീവറുടെ അടുത്തേക്ക് എത്തും. ഈ റിസീവറുടെ അടുത്ത് നിന്നാണ് എവിടേക്ക് ഐഡിയ വീണ്ടും സെൻറ്ററിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈ ഫ്ലോ ചാർട്ട് ഇരുന്നാണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് പറയാം. സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു സെൻറ്റർ ഉണ്ടാവും. ഈ സെൻറ്ററിൽ നിന്ന് ഇവിടെ ഒരു മെസ്സേജ് ഉണ്ടാവും. ആ മെസ്സേജ് ഒരു ചാനലിലൂടെ പോയിട്ട് മെസ്സേജ് ഒരു ചാനൽ ഉണ്ടാവും. ആ ചാനലിൽ നിന്ന് എന്ത് ചെയ്യും, ആ മെസ്സേജ് ഒരു റിസീവറുടെ അടുത്തേക്ക് പോകും. ഈ റിസീവറുടെ അടുത്ത് നിന്ന് വീണ്ടും എങ്ങോട്ടാണ് പോകുന്നത്, സെൻറ്ററുടെ അടുത്തേക്ക് പോകുന്നതാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു സെൻറ്റർ ഉണ്ടാവും, മെസ്സേജ് ഉണ്ടാവും. ആ മെസ്സേജ് ചാനലിലൂടെ പോകും. എന്നിട്ട് ചാനൽ റിസീവറുടെ അടുത്തേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് ഫീഡ്ബാക്ക് വഴി ഇങ്ങനെ പോകും. ഓക്കെ, ഇതാണ് സിമ്പിളായിട്ടുള്ള സിമ്പിളായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷനെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. ഓക്കെ, സെൻറ്റർ മെസ്സേജ് ഇങ്ങനെ വന്നിട്ട് ഫീഡ്ബാക്ക് പിന്നെ വീണ്ടും റിസീവറുടെ അടുത്ത് നിന്ന് സെൻറ്ററുടെ അടുത്തേക്ക് പോകുന്നതാണ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് എന്താണ് കമ്മ്യൂണിക്കേഷൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. കമ്മ്യൂണിക്കേഷൻ്റെ ഡെഫിനിഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എലമെൻറ്റ്സ് പറഞ്ഞു ഏതൊക്കെയാണ്. പിന്നെ കോപ്പറേറ്റീവ് പ്രോസസ്സാണ്, 2-വേ ട്രാഫിക് ആണ്, എന്താണ് നോയ്സ് പറഞ്ഞു, ഫീഡ്ബാക്ക് എന്താണെന്ന് പറഞ്ഞു. പിന്നെ 2-3 ആളുകളുടെ പേര് പറഞ്ഞു, അവരെന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നത് മറക്കരുത്. അരിസ്റ്റോട്ടിൽ ഒരു സിമ്പിളായിട്ടുള്ള ഫോമുല കൊടുത്തു. ഹരോൾഡ് റസ്സലായിട്ട് അവർ വീണ്ടും ഒരു ചാനൽ എന്നുള്ള കോൺസെപ്റ്റ് കൊടുത്തു. ഷാനോണും വീവറും ഒരു ലോങ് മോഡലാണ് കൊടുത്തത്. അതിലൊരു ഡെസ്റ്റിനേഷനും അതുപോലെ എന്തുണ്ടായിരുന്നു, ഒരു സോഴ്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് സോഴ്സും ലാസ്റ്റ് ഡെസ്റ്റിനേഷനും ഉണ്ടായിരുന്നു. എന്നാൽ ഫ്രാങ്ക് ഡാൻസൺ, കാൾ ലാൻസൺ 126
ചാനലിന് കമ്മ്യൂണിക്കേഷന് ഡെഫിനിഷൻ ഉണ്ടെന്ന് കണ്ടെത്തി. ദെൻ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. വാട്ട് ഈസ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മെയിൻ ആയിട്ട് നോക്കിയാൽ ഫോർമൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഫോർമലായിട്ട് സംസാരിക്കാന്ന് പറയൂല, നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ പറയും നീ എന്താ ഫോർമലായിട്ട് സംസാരിക്കുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ചും കൂടെ ഫോർമലായിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വിട്ടിട്ട് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു ഓഫീസിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ സംസാരിക്കുന്നതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. മറ്റ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൻ്റെ ഇടയിലും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴും നമ്മൾ സംസാരിക്കുന്നതാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട്. ഓക്കെ, ഇനി ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ ഇറ്റ്സ് എൻ ഒഫീഷ്യൽ, ഓക്കെ, ഒഫീഷ്യൽ ആയിട്ടുള്ളതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് എ റെക്കഗ്നൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വിച്ച് ഈസ് ഇൻവോൾവ്ഡ് ഇൻ ദ ഓപ്പറേഷൻ ഓഫ് എൻ ഓർഗനൈസേഷൻ. അതായത് ഓർഗനൈസേഷൻ വർക്ക് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പാർട്ടായിട്ടുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുക, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. ഇറ്റ് ക്യാൻ ബി ഓറൽ ഓർ റിട്ടൺ. ഓറൽ ആയിരിക്കാം, റിട്ടൺ ആയിരിക്കാം, എഴുതുന്നതായിരിക്കാം, ഇപ്പോൾ മെമ്മോസ്, ലെറ്റേഴ്സ്, അതുപോലെ റിട്ടൺ ഉണ്ടാവാം, കമാൻഡ് ചെയ്യുന്നതൊക്കെ ഓറൽ ആയിരിക്കാം. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഫ്രം മെയിൻ ആയിട്ട് നമുക്കറിയാം ഓർഗനൈസേഷനിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രം സുപ്പീരിയർ ടു സബോർഡിനേറ്റ് ആണ് ഉണ്ടാവാറുള്ളത്. സോ ഈ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ആവാം, സുപ്പീരിയറിൽ നിന്ന് സബോർഡിനേറ്റോട് സംസാരിക്കുന്നതാവാം, അല്ലെങ്കിൽ സബോർഡിനേറ്റേഴ്സ് സുപ്പീരിയേഴ്സിനോട് സംസാരിക്കുന്നത് ഫോർമൽ ആവാം. നമ്മൾ ഇടിച്ചു കയറിയിട്ട് നമ്മളെ മാനേജറോട് ചെന്ന് സംസാരിക്കില്ല, നമ്മൾ ആ ഫോർമൽ കീപ്പ് ചെയ്തിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. സോ അതാവാം. അല്ലെങ്കിൽ ഇൻട്രാ അഡ്മിനിസ്ട്രേഷൻ, അതായത് ആ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ആളുകൾ തമ്മിൽ സംസാരിക്കുന്ന രീതിയാവാം. അപ്പോൾ എല്ലാവരും ഒരുപോലെ ഇൻഫോർമലായിട്ട് സംസാരിച്ച് കൊള്ളണമെന്നില്ല, ഫോർമലായിട്ട് സംസാരിക്കുന്ന, അതായത് ഒരു ഓർഗനൈസേഷനിലെത്തി അവിടെ ഫോർമലായിട്ട് സംസാരിക്കണം എന്നുള്ള റൂൾസ് ഒക്കെ ഉണ്ടാവാം. സോ അതാണ് പറയുന്നത് ദെൻ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ഇതിൽ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ടേക്ക് പ്ലേസ് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ യൂണിയൻസ് അതുപോലെയുള്ള ഔട്ട്സൈഡ് ഗ്രൂപ്പ് ക്ലയൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എന്താണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ് കീപ്പ് ചെയ്യുക. ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയിട്ട് നമ്മൾ ഇൻഫോർമലായിട്ട് സംസാരിക്കില്ല, അവിടെ നമ്മൾ കീപ്പ് ചെയ്യുന്നത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. സോ അതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ. ദെൻ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി മാൻഡേറ്ററി. മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഓർഡർ, ഒരു കമാൻഡ്, അതായത് നമ്മൾ അനുസരിക്കേണ്ട ഒരു ഓർഡർ ആവാം, ഒരു കമാൻഡ് ആവാം. മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലെങ്കിൽ എന്തായിരിക്കാം, ഇൻഡിക്കേറ്റീവ് ഒരു എക്സ്പ്ലനേറ്ററിയും കൂടെ ആയിരിക്കാം. ഇൻഡിക്കേറ്റീവ് ആയിരിക്കാം, എക്സ്പ്ലനേറ്ററി ആയിരിക്കാം. എക്സ്പ്ലനേറ്ററി ഇൻഡിക്കേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ജസ്റ്റ് അതായത് ഏത് ലെവലിലും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഓർഡർ ആണെങ്കിൽ ഒരു മാനേജർ അയാളുടെ സബോർഡിനേറ്ററിനോട് ഓർഡർ ചെയ്യുന്നത് മാൻഡേറ്ററി കമ്മ്യൂണിക്കേഷൻ ആണ്. അല്ലെങ്കിൽ ഏത് ലെവലിലും, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കൊളീഗിനോട് സംസാരിക്കുക ഫോർമലായിട്ട്, അതെന്താണ് എക്സ്പ്ലനേറ്ററി അല്ലെങ്കിൽ ഇൻഡിക്കേറ്റീവ് ആയിരിക്കാം. സോ ഈ രണ്ട് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനും ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ് ആയിരിക്കാം. സോ ഫോർമൽ നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് ഫോർമൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ഇൻഫോർമൽ ആണ്. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഗ്രൂ ഔട്ട് ഓഫ് ദ സോഷ്യൽ ഇൻട്രാക്ഷൻ എമംഗ് ദ പീപ്പിൾ ഹു വർക്ക് ടുഗദർ. അതായത് നമ്മളിതൊരു വർക്ക് സ്പേസിലുള്ള കാര്യമാണ് പറയുന്നത് കൊണ്ട് വർക്ക് സ്പേസിലെ കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. അതായത് ഈ ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് വരിക, അതായത് നമ്മൾ സോഷ്യൽ ഇൻട്രാക്ഷൻ വെച്ചിട്ട് നമ്മൾ ഒരാളോട് ചിലപ്പോൾ കൂടുതൽ അടുക്കും, നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. അവിടെ ആ ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് മേ ബി അത് എവിടേക്ക് ചേഞ്ച് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതുപോലെ ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ബൗണ്ട് ചെയ്തിട്ടില്ല, കൾച്ചറായിട്ടോ ചാർട്ട് ചെയ്ത്, അതായത് ഇന്ന കാര്യങ്ങളായിട്ടൊന്നും ബൗണ്ട് ചെയ്തിട്ടില്ല. നമുക്ക് അറിയാം ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ നമുക്ക് ഒന്നും സംസാരിക്കാം, ഒരു പ്രശ്നവുമില്ല അല്ലേ, നമ്മളുടെ ഫ്രണ്ട്സിനോട് നമുക്ക് എന്ത് പറയാം, അവിടെ ഒരു ബൗണ്ടിങ് ഇല്ല, ഇന്ന കാര്യം പറയണ്ട എന്നുള്ള ബൗണ്ടിങ് ഇല്ല. പക്ഷെ അതേപോലെ നമുക്കൊരു ഓർഗനൈസേഷനിൽ ചെന്ന് സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പ്ലേസിൽ സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അവിടെ ഒരു ബൗണ്ടിങ് ഉണ്ടാവും, ഓക്കെ ഇന്നതേ പറയാൻ പറ്റുള്ളൂ, ഇന്നത് പറയാൻ പാടില്ല എന്നുള്ള ബൗണ്ടിങ് ഉണ്ടാവും. സോ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ അതുപോലെയുള്ള ഒരു ബൗണ്ട് ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ ഷെയർഡ് പേഴ്സണൽ എക്സ്പീരിയൻസ്. ഈ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് ബേസിലൊക്കെയാണ് ഈ ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡീൽസ് വിത്ത് ലൈറ്റ് ഹാർട്ടഡ് ഷെയറിങ്. അതായത് നമ്മൾ ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് കൂടുതലൊന്നും കനൊന്നും കൊടുക്കാതെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക. ഏതിലായിരിക്കും, ഈ പറയുന്ന ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിലായിരിക്കും. നമ്മളുടെ ഫ്രണ്ട്സിനോട് നമ്മളെല്ലാം ഷെയർ ചെയ്യും, പക്ഷെ അതേപോലെ നമ്മളൊരു കൊളീഗിനോട് ഷെയർ ചെയ്ത് പോകണമെന്നില്ല. അവിടെ നമുക്കിടയിൽ ഉണ്ടാവുക ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഫോർമൽ റിലേഷൻഷിപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ നമ്മളെല്ലാ കാര്യവും അവരോട് പറഞ്ഞു കൊള്ളണമെന്നില്ല. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ടേക്ക് പ്ലേസ് ഇൻ എ സോഷ്യൽ സെറ്റപ്പ്. ഒരു സോഷ്യൽ സെറ്റപ്പിലാണ് ഈ പറയുന്ന
ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഗ്രോ ചെയ്യുക. അതായത് ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ്, ഫാമിലി അതുപോലെയുള്ളതിലൊക്കെ ആയിരിക്കും മേ ബി ഈ പറയുന്ന ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ടേക്ക് പ്ലേസ് ചെയ്യുക ഒരു സോഷ്യൽ സെറ്റപ്പിലാണ്. പിന്നെ ഇറ്റ് ഈസ് എ പ്രോസസ് ഡ്രിവൻ, ഒരു പ്രോസസ്സാണ്. നമ്മളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക, നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക, അവിടെ എന്നിട്ട് ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. ഇതൊക്കെ ഒരു പ്രോസസ് ഡ്രിവൻ ആയിട്ടാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. ദിസ് ഈസ് ഇമോഷണലി റിലേറ്റഡ് ടു ദ പാർട്ടിസിപ്പൻറ്റ് ഇൻ ദ പ്രോസസ്. അതായത് എന്താണ്, നമ്മുടെ ഇമോഷൻസ് അതിലുണ്ടാവും. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നമ്മുടെ ഇമോഷൻസ് ഉണ്ടാവും. നമ്മുടെ ഫാമിലി ആയിട്ട് ഉണ്ടാവുക ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതിലും എന്തുണ്ട്, നമ്മുടെ ഇമോഷൻസ് ഇൻക്ലൂഡ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു സോഷ്യൽ സെറ്റപ്പിൽ നമ്മുടെ ഇമോഷൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു പ്രോസസ്സിൽ. അതായത് ഈ പാർട്ടിസിപ്പൻസിൻ്റെ ഇമോഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആരാണോ അതിലുള്ളത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് അവരുടെ ഇമോഷൻസും കൂടെ അതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ്, ഇറ്റ് റിക്വയർസ് പ്രാക്ടീസ് ടു ഹോൺ ദി സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് എല്ലാവരോടും ചെയ്യാൻ ഇല്ല. കാരണം നമുക്ക് ഒരാളോട് പെട്ടെന്ന് വൈബാവുക എന്നൊക്കെ പറയും. അത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രാക്ടീസ് വേണം. നമ്മൾ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ചെന്നിട്ട് ഒരാളുടെ കമ്പനി ആകാൻ പറ്റും, പക്ഷെ ഒരാൾക്ക് അത് പറ്റിക്കോളണം എന്നില്ല. സോ അതിൽ പ്രാക്ടീസ് വേണമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫോർ ഹ്യൂമൻ എക്സിസ്റ്റൻസ്. അതുപോലെ തന്നെ ഹ്യൂമൻ എക്സിസ്റ്റൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. എപ്പോഴും ഫോർമലായി നിൽക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ, ഇവിടെ ഞാൻ ഫോർമലാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വൈകുന്ന മീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അവിടെ ഫോർമലായിട്ട് സംസാരിക്കില്ല. ഐ ബി ടോക്കിംഗ് ഇൻ ഇൻഫോർമൽ ടോൺ. ഒരു ഇൻഫോർമൽ ടോണിലായിരിക്കും ഞാൻ സംസാരിക്കുക, ഒരിക്കലും ഞാൻ ഫോർമൽ ടോണിൽ സംസാരിക്കില്ല. സോ എൻ്റെ എക്സിസ്റ്റൻസിന് എനിക്ക് എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലി നെസസറി ആയിട്ടുള്ള കാര്യമാണ്. സോ എന്താണ്, അപ്പോൾ ആ ഒരു ഹ്യൂമൻ എക്സിസ്റ്റൻസിന് നമുക്ക് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ മസ്റ്റാണ് എന്നാണ് പറയുന്നത്. സോ എന്തൊക്കെ പറഞ്ഞാൽ ലൈറ്റ് ഹാർട്ടഡ് ഷെയറിംഗ് ആണ്, ഒരു സോഷ്യൽ സെറ്റപ്പിലാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. പ്രോസസ് ഡ്രിവൺ ആണ്, നമ്മുടെ ഇമോഷൻസ് ഉണ്ടാവും, പ്രാക്ടീസ് റിക്വയർമെൻ്റ് ആണ്, പിന്നെ ഹ്യൂമൻ എക്സിസ്റ്റൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഇനി ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണല്ലോ, ഇറ്റ് ഈസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് സിസ്റ്റമാറ്റിക് ആൻഡ് വെൽ കൺസീവ്ഡ് ഐഡിയാസ്. അതായത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഐഡിയ കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ സാറോട് എന്തെങ്കിലും പോയി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, എന്തെങ്കിലും വർക്ക് റിലേറ്റഡ് ആയിരിക്കും, അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഐഡിയ കൊടുക്കുകയാണ്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നടന്നു പോണ കാര്യമാണ്. പിന്നെ ഇറ്റ് ടേക്ക് പ്ലേസ് മോസ്റ്റ്ലി ഇൻ ദ ബിസിനസ് സെറ്റപ്പ് ഓർ ഓർഗനൈസേഷൻ. ഈ ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നടക്കുക എവിടെയാണ്, ഒന്നുകിൽ ഒരു ബിസിനസ് സെറ്റപ്പിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, ഒരു കമ്പനീൻ്റെ ഉള്ളിലൊക്കെയാണ് മോസ്റ്റ് ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഡ്രിവൺ. അതെന്താണ്, പ്രൊഡക്റ്റ് ഡ്രിവൺ ആണ്. എപ്പോഴും എന്താണ്, ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആയിട്ടോ ഒരു കാര്യത്തിന് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവിടെ എന്തെങ്കിലും നമുക്ക് വേണമെന്ന് വെച്ചിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. The next one, this is related to goals, പ്ലാൻ ഓഫ് ആക്ഷൻ, ഇംപ്ലിമെൻറ്റഡ് ആക്ടിവിറ്റീസ്. അതായത് നമ്മളുടെ ബോസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഗോൾസിന് വേണ്ടിയിട്ട്, നമ്മളുടെ പ്ലാൻ ഓഫ് ആക്ഷൻസിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇൻഫോർമലായിട്ട് നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിക്കുന്നത്. സോ ഇവിടെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എന്തിനാണ്, റിലേറ്റഡ് ടു ഗോൾസ്, നമ്മുടെ അച്ചീവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട്, പ്ലാൻ ഓഫ് ആക്ഷന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ദിസ് ഈസ് ദ അപ്ലിക്കേഷൻ ഓഫ് അക്വേർഡ് സ്കിൽ. അതായത് നമുക്ക് നേടിയിട്ടുള്ള സ്കില്ലിൻ്റെ ഒക്കെ ഒരു എന്താണ്, അത് നേരത്തെ പറഞ്ഞതിന് എന്താണ്, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്, ഈ പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് നമുക്കൊരു സ്കിൽ അക്വയർ ചെയ്യുമ്പോൾ അതിൻ്റെ എന്താണ് അപ്ലിക്കേഷൻ, അത് അപ്ലൈ ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ സംസാരിക്കണം. നമ്മളറിയാം, ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ഒരുപാട് തവണ പ്രിപ്പയർ ആയിട്ടാണ് നമ്മൾ പോവുക. അതെന്തുകൊണ്ടാണ്, നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകുമ്പോൾ അങ്ങനെ സംസാരിക്കില്ല, നമ്മളങ്ങനെ കൂളായിട്ട് സംസാരിക്കും. പക്ഷേ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ഭയങ്കര പ്രിപ്പയർഡ് ആയിട്ടാണ് പോകുക. അവിടെ എന്താണ്, നമ്മൾ ആ സ്കില്ല് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അക്വയർ ചെയ്ത സ്കില്ലിനെ അപ്ലൈ ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. Okay, then it helps in coordination and achievement of desired goals. നമ്മുടെ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാനും കോർഡിനേഷൻ ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഫോർമൽ ഇൻഫോർമലിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ് പറഞ്ഞത്, അതൊന്ന് ഓർത്ത് വെക്കുക. എവിടെയാണ് അത് നടക്കുക, അല്ലെങ്കിൽ ഒന്നിൽ ഇമോഷൻസ് ആണോ, ഒന്നിൽ ഗോൾസ് ഓറിയൻറ്റഡ് ആയിരിക്കും, ഒന്നിൽ പ്രാക്ടീസ് ആണെങ്കിൽ ഒന്നിൽ അതിൻ്റെ അപ്ലിക്കേഷനാണ് സ്കിൽസിൻ്റെ. പിന്നെ ഹ്യൂമൻ എക്സിസ്റ്റൻസിന് നിർബന്ധമാണ്. ഒന്നെന്ന് പറഞ്ഞാൽ എന്തിനാണ്, നമ്മുടെ ഗോൾസും ഡിസയർമെൻ്റ് ഒക്കെ അല്ലെങ്കിൽ ഡിസൈർഡ് ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാനുള്ള ഒരു വഴി മാത്രമാണ് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി താഴെ നോക്കി, റീഡ് ദ കോൺവെർസേഷൻ ബിലോ യു ക്യാൻ ഐഡൻറ്റിഫൈ ദ ഇൻഫോർമൽ ക്വാളിറ്റി എക്സ്പ്രസ്ഡ്. അതായത് കുറച്ച് ഇത് തന്നിട്ട് അത് എന്താണ് ഫോർമൽ ആണോ ഇൻഫോർമൽ ആണോ എന്ന് പറയാനാണ്. അതിൻ്റെ താഴെ തന്നെ നിങ്ങൾക്കൊരു ടേബിളിൽ ഫോർമൽ കോൺവെർസേഷനും ഇൻഫോർമൽ കോൺവെർസേഷനും തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫോർമൽ കോൺവെർസേഷൻ ആണെങ്കിൽ ഒരു സ്റ്റാഫ് വന്നിട്ട് എന്താ പറയുക, ഗുഡ് ഈവനിങ് മാഡം, അതൊരു ഫോർമൽ കോൺവെർസേഷൻ ആണ്. ഗുഡ് ഈവനിങ് മാഡം എന്ന് പറയുന്നത് ഫോർമലാണ്. അത് ഇൻഫോർമൽ ആകുമ്പോൾ എന്താവും, ഹായ് മാഡം, ഹലോ മാഡം എന്ന് പറയുന്നത് ഇൻഫോർമൽ ആയി. ഓക്കെ, ഇതിന് അതിന് എന്നിട്ട് പറയണം, ഹൗ ക്യാൻ ഐ ബി അസിസ്റ്റൻറ്റ്, ഞാൻ എങ്ങനെ
നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഇൻഫോർമൽ, അപ്പോൾ ഇൻഫോർമൽ ആണല്ലോ വാട്ട് ക്യാൻ ഐ ഗെറ്റ് ഫോർ യു, എന്താണ് വാട്ട് ക്യാൻ ഐ ഗെറ്റ് യു, എന്താണ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരേണ്ടത്, അത് ഇൻഫോർമലായി. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് ഗുഡ് ഈവനിങ്. അപ്പോൾ റിപ്ലൈ കൊടുക്കുകയാണ് ഗുഡ് ഈവനിങ്. വുഡ് യു ടു ബി പ്ലീസ് പോസിബിൾ ടു റിക്വസ്റ്റ് എ കപ്പ് ഓഫ് ടീ പ്ലീസ്, ഒരു കപ്പ് ഓഫ് ടീ പറയൂ എന്ന് ചോദിക്കുകയാണ്. വുഡ് യു ഇറ്റ് ബി പോസിബിൾ ടു റിക്വസ്റ്റ്, അതെന്താണ് ഭയങ്കര ഫോർമലായിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ ഇൻഫോർമൽ ആണെങ്കിലോ ജസ്റ്റ് എ കപ്പ് ഓഫ് ടീ പ്ലീസ്, കൂടുതലും വലിച്ചു നീട്ടാതെ ഒരു കപ്പ് ഓഫ് ടീ കൊണ്ടുപോവാ എന്ന് പറയുകയാണ്. ഓക്കെ, അത് മതി എന്ന് പറയുകയാണ്. ഇനി അടുത്ത് നോക്കി സ്റ്റാഫർ യെസ് ഓഫ് കോഴ്സ് വുഡ് യു കെയർ ഫോർ സം ഷുഗർ. അപ്പോൾ ഈ ഷുഗർ വേണോ, വുഡ് യു കെയർ ഫോർ സം ഷുഗർ എന്നൊക്കെ ഭയങ്കര ഫോർമലായിട്ട് ചോദിക്കുക. അത് ഇൻഫോർമലായിട്ട് ചോദിക്കുകയാണ് എന്താണ് നോ വരീസ് എനി ഷുഗർ വേണോ എന്ന് നമ്മൾ ഇൻഫോർമലായിട്ട് ചോദിക്കും. അപ്പം ഞാൻ പറയുകയാണ്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ, അങ്ങനെയൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. മറിച്ച് ഞാൻ എന്തെങ്കിലും ഉണ്ടോ, പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചാൽ എന്താണ് അവിടെ ഇൻഫോർമലായി. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിനക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടിലൂടെ നീ കടന്നു പോകുന്നുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ഇൻഫോർമലായിട്ട് നിനക്ക് എന്നോട് വേണമെങ്കിൽ സംസാരിക്കാം, ഞാനിവിടെ ഉണ്ട് കേട്ടോ, അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ഇൻഫോർമൽ. പക്ഷേ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറയാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കട്ടോ, ഐ ബി ഹിയർ, അങ്ങനെ പറഞ്ഞാൽ എന്താണ് ആ ഒരു ഇൻഫോർമലായിട്ട് മാറി. അപ്പോൾ അവിടെ കുറേ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫോർമൽ കോൺവോ എങ്ങനെയാണ്, ഇൻഫോർമൽ കോൺവോ എങ്ങനെയാണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ഇൻഫോർമൽ കോൺവോ എന്ന് പറഞ്ഞ ഒരു ഗ്രേപ്പ് വൈനും കൂടിയാണ്. ഈ ഗ്രേപ്പ് വൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പറയേണ്ടി വരില്ല. ഈ ഗ്രേപ്പ് വൈൻ എന്ന് മീൻസ് ഇവിടെ ഗ്രേപ്പ് വൈൻ എന്നുള്ള ഒരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ്, in this type of network information does not flow in a particular direction as in the formal network. എന്താണ്, so communication provide useful information for events to come. ഇവിടെ ഗ്രേപ്പ് വൈൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു പിടിവള്ളി, ഒരു കാര്യത്തോടുള്ള ഒരു പിടിവള്ളിയാണ് നമ്മൾ ഗ്രേപ്പ് വൈൻ എന്ന് പറയുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഡിഫൈൻ ഓറൽ കമ്മ്യൂണിക്കേഷൻ. ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്താണ് നമ്മളുടെ ഓറൽ, നമ്മൾ വായ വെച്ച് സംസാരിക്കുന്നതാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. മൗത്ത് വെച്ച്. ഡിഫൈൻ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്താണ്, പോസ്റ്റേഴ്സ് ഒക്കെ അതിന് ഉദാഹരണമാണ്, ലെറ്റേഴ്സ്, പോസ്റ്റേഴ്സ് ഒക്കെ. വൈ ഡു വി കൺസിഡർ ന്യൂസ് പേപ്പർ ആസ് എ ഫോം ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് ന്യൂസ് പേപ്പർ മാസ് കമ്മ്യൂണിക്കേഷൻ ആണ് പറയാനുള്ള കാരണം, അതെന്തുകൊണ്ടാണ്, ഈ ന്യൂസ് പേപ്പർ ഒരുപാട് പേരുടെ അടുത്തെത്തും അല്ലേ, ഒരു ലാർജ് ഓഡിയൻസിൻ്റെ അടുത്ത് ഈ ന്യൂസ് പേപ്പർ എത്തും. ഇപ്പോൾ ഇവിടെ മാത്രമല്ല, അങ്ങ് പല കൺട്രീസിലും ഈ ഒരു ന്യൂസ് പേപ്പർ എത്തും. അപ്പോൾ ഒരു മാസ് ഓഡിയൻസ് ഇത് വായിക്കുന്നുണ്ട്, അവരറിയുന്നുണ്ട്, അതുകൊണ്ടാണ് അതൊരു മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ മേജർ എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. പിന്നെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെയും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെയും എന്താണ് അത് ഡിഫൈൻ ചെയ്യാനുണ്ട്. അതിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ് കുറച്ചെണ്ണം പറഞ്ഞിട്ടുണ്ട്, അത് പഠിച്ചു വെക്കുക. പിന്നെ നെക്സ്റ്റ് ചോദിച്ചേ മാച്ച് ദ വേർഡ് ഫ്രേസ് വിത്ത് യൂസ് AG. പിന്നെ ഓരോ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൽ മനസ്സിലാവാത്തുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, നിങ്ങൾ കുറേ ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്, എങ്ങനെയാണ് ഫോർമൽ എങ്ങനെയാണെന്നുള്ളത് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യണം, അതൊന്ന് നോക്കണം. എന്നിട്ട് ഒരു ആക്ടിവിറ്റി, ടോട്ടൽ 6 ആക്ടിവിറ്റീസ് ഉണ്ട്, സോ അതൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഓക്കെ, ആ ഒരു ആക്ടിവിറ്റീസിന് എന്തെങ്കിലും ആക്ടിവിറ്റി റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. സോ നമ്മൾ പറഞ്ഞത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഒഫീഷ്യലി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നടക്കുന്നതാണ് ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇൻഫോർമൽ എന്നാണ് ഒരു സോഷ്യൽ സർക്കിളിൻ്റെ ഇടയിൽ, ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ ഇടയിൽ നടക്കുന്നതാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്, അതെന്തായാലും പഠിച്ചു വെക്കുക. പിന്നെ നെക്സ്റ്റ് ഇനി നമുക്ക് പറയാനുള്ളത് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. നമ്മളുടെ കമ്മ്യൂണിക്കേഷന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ലെറ്റ്സ് ഡിസ്കസ് ദാറ്റ് നെക്സ്റ്റ്. എന്തൊക്കെയാണ് നമ്മളുടെ കമ്മ്യൂണിക്കേഷനെ കട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ ഇതാണ് ഇൻഫോർമലും ഫോർമലും പറയാനുള്ളത്. സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് പാർട്ട്. So next we are going to discuss the barriers to communication. Communication obstruct ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ബാരിയർ ആയിട്ട് നിൽക്കുന്ന എലമെൻറ്റ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എലമെന്റ് ദാറ്റ് ഒബ്സ്ട്രക്ട് ദ ഫ്രീ ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ ഫ്രം സെൻഡർ ടു റിസീവർ. അതായത് സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് ആ ഒരു ഇൻഫോർമേഷൻ പോകുമ്പോൾ, ഫ്ലോ ചെയ്യുമ്പോൾ അതിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്ന എന്ത് കാര്യമായിക്കോട്ടെ, ആ ഒരു പ്രോപ്പർ ഫങ്ഷനിങ് നടത്താൻ സമ്മതിക്കാത്ത എന്ത് കാര്യമായിക്കോട്ടെ, അതിനെ നമുക്ക് ബാരിയർ എന്ന് വിളിക്കാം. സോ ബാരിയർ എന്താണ്, ഒരു പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. ഇപ്പോൾ സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് എത്തുന്ന വരെ ഒരുപാട് പാർട്ടിലൂടെ നമ്മൾ പോകുന്നുണ്ട്. സോ അതിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ വെച്ച് ഈ ഒരു ബാരിയർ സംഭവിക്കാം. ആ ബാരിയർ എന്താവാം, മേ ബി നല്ല രീതിയിൽ എൻകോഡ് ചെയ്യാൻ പറ്റാത്ത
പറ്റാത്തതാവാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് എടുക്കാൻ പറ്റാത്തതാവാം, അല്ലെങ്കിൽ എന്താണ് മൈൻഡ്സ്, നമ്മളുടെ മൈൻഡ്സിൽ വരുന്നത്. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന രീതിക്കാവില്ല നിങ്ങളത് ഏറ്റെടുക്കുന്നത്, നിങ്ങളത് വേറൊരു മൈൻഡിലായിരിക്കും എടുക്കുന്നത്. സോ എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബാരിയേഴ്സ് ആയിട്ട് വരാം. അത് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. സോ മെയിനായിട്ട് 5 ബാരിയറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5 ബാരിയറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ഇൻട്രാ പേഴ്സണൽ ബാരിയർ. ഓക്കെ, ഇൻട്രാ പേഴ്സണൽ ബാരിയർ. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഇന്റർ പേഴ്സണൽ ബാരിയർ. ആൻഡ് നെക്സ്റ്റ് ഓർഗനൈസേഷണൽ ബാരിയർ, ദെൻ വെർബൽ ബാരിയർ, നോൺ വെർബൽ ബാരിയർ. ഓക്കെ, ഇത്രയും 5 ബാരിയേഴ്സ് ആണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഈ 5 ബാരിയേഴ്സ് ആണ്, ഇതാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്ന ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ. സോ ഫസ്റ്റ് ഇൻട്രാ പേഴ്സണൽ ബാരിയർ. ഈ ഇൻട്രാ പേഴ്സണൽ ബാരിയറിൽ തന്നെ ഒന്നാമത്തേതാണ് റോങ് അസംപ്ഷൻ. ഓക്കെ, റോങ് അസംപ്ഷൻ ഒന്നാമത്തേതാണ്. സോ അതെന്താണെന്ന് നോക്കാം. എ റോങ് അസംപ്ഷൻ ഓർ prejudice is an option held by a person for which there is no rational basis or valid reason. അതായത് നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി ഒരു prejudice മൈൻഡ് ഉണ്ടാവും, ഒരു മുൻവിധി ഉണ്ടാവും. അപ്പോൾ ഒരാളോട് നമ്മളോട് എന്ത് കാര്യം പറഞ്ഞാലും നമ്മൾ അയാളല്ലേ പറഞ്ഞത്, അപ്പോൾ അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു മുൻവിധി നമുക്കുണ്ടാവും, അല്ലെങ്കിൽ റോങ് അസംപ്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സമയത്ത് അയാളുടെ അല്ലേ പറയണം, അത്രയൊക്കെ മതി. ഇപ്പം ഞാൻ വിചാരിക്കണം ഓക്കെ നിങ്ങൾക്ക് ഇത്ര ക്ലാസ് മതി എന്നുള്ളൊരു മുൻവിധി, അവർ പഠിക്കൊന്നുമില്ല എന്നുള്ളൊരു മുൻവിധി ഞാൻ വെച്ചു. അങ്ങനെ ഞാൻ ക്ലാസ് എടുക്കുകയാണെങ്കിൽ അതൊരു ബാരിയറാണ്. പക്ഷേ നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ അയ മിസ്സിൻ്റെ ക്ലാസ് അല്ലേ, എന്താ അപ്പോൾ അതെന്ന് വിചാരിച്ചിട്ട് നിങ്ങളത് ക്ലാസ് പ്രോപ്പറായിട്ട് കേൾക്കണമെങ്കിൽ അവിടെ എന്തായാലും ഒരു prejudice മൈൻഡ് വന്നിട്ട് അവിടെ ആ ഒരു ബാരിയറായിട്ട് മാറി. ഇറ്റ് ക്യാൻ ബി അഗെയിൻസ്റ്റ് സംതിങ് ഓർ സമ്മൺ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനോടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആളോടുള്ള. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട എന്നുള്ള കാര്യത്തിനോടും ആയിരിക്കാം, അല്ലെങ്കിൽ എന്നോടുള്ള ദേഷ്യത്തിനായിരിക്കാം. അഗെയിൻസ്റ്റ് സംതിങ് ഓർ സമ്മൺ, ആരുടെയും എതിരായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൻ്റെ എതിരായിരിക്കാം. or in a favor of it, but it became a barrier of meaningful communication. പക്ഷെ അതെന്താ ഒരു മീനിങ് കമ്മ്യൂണിക്കേഷൻ ബാരിയർ ആയിട്ട് ഈ റോങ് അസംപ്ഷൻ അല്ലെങ്കിൽ prejudice മൈൻഡ് നിൽക്കും. Example, prejudice are based on the ignorance and lack of information. Prejudice about certain communities or group of people. ഇപ്പോൾ ചില ആളുകളെ പറ്റി നമുക്കറിയാം, ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനെ പറ്റിയൊക്കെ നമുക്കൊരു മുൻവിധിയാണ്, അവരങ്ങനെ നടക്കുന്ന ആളുകളാണ്. സോ അപ്പോൾ അവരോട് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നടത്താൻ പറ്റില്ല. നമ്മളെ ഉള്ളിൽ എന്തുണ്ട്, അവരങ്ങനെയാണ് അല്ലെങ്കിൽ ഇവരിങ്ങനെയാണ്. ഇപ്പോൾ എന്നോട് ഒരാളുടെ സംസാരിക്കാൻ വരുമ്പോൾ അയാളുടെ ഉള്ളിൽ ഓൾറെഡി ഒരു മുൻവിധി ഉണ്ടെങ്കിൽ അയാൾക്ക് പ്രോപ്പറായിട്ട് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. മറിച്ച് അയാൾ ഒരു മുൻവിധി ഇല്ലാതെ എന്നോട് സംസാരിക്കുമ്പോൾ എന്താണ് ഫ്രീ ആയിട്ട് സംസാരിക്കും. അപ്പോൾ എന്താണ് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഒന്നാമത്തേത്. Remember, the communication is culture specific. It is a system of symbol and belief, and ignorance to other culture symbols can lead to cross cultural conflict. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മളൊരു കൾച്ചറൽ ബേസിലാണ് നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. അപ്പോൾ മറ്റൊരു കൾച്ചറിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുക, മറ്റൊരു കൾച്ചറിനെ നമ്മൾ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ അതൊരു കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. Then one interesting example is the conversation that happened in the between an American and Chinese in a graveyard. അതായത് ഇവിടെ നിങ്ങൾക്കൊരു ചെറിയൊരു എക്സാമ്പിൾ തരുന്നുണ്ട്, അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചാൽ മതി. അപ്പോൾ എന്താണ് റോങ് അസംപ്ഷനും prejudice മൈൻഡും ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ബാരിയറായിട്ട് നിലനിൽക്കുമെന്നാണ് പറയുന്നത്. അതായത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, ഓൾറെഡി ഒരു prejudice മൈൻഡ് ഉണ്ടെങ്കിൽ. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റോങ് അസംപ്ഷനിലൂടെയും prejudiceലൂടെയും വരുന്ന ബാരിയറാണ്. ദെൻ നെക്സ്റ്റ് ഇൻട്രാ പേഴ്സണിൽ തന്നെ വരുന്ന നെക്സ്റ്റ് ആണ് വേരിഡ് പെർസെപ്ഷൻ. അതായത് ഓരോ ആളുകളുടെ പെർസെപ്ഷനും ഡിഫറെൻ്റ് ആയിരിക്കും. വേരിഡ് പെർസെപ്ഷൻ, ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഹാസ് ഇൻ എർ മൈൻഡ് എ സർട്ടൻ ഇമേജ് ഓഫ് ഹെർസെൽഫ് ഓർ ഹിംസെൽഫ്. ദിസ് ഈസ് ദെയർ പെർസെപ്ഷൻ ഓഫ് ദംസെൽഫ്. ഓരോ ആളുകൾക്കും അവരുടെ മൈൻഡിൽ അവരെ കുറിച്ച് അല്ലെങ്കിൽ മറ്റൊരാളെ കുറിച്ച് ഓരോ പെർസെപ്ഷൻ ഉണ്ടാവും. സോ അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിക്കോളുന്നില്ല. ദിസ് ഈസ് ദെയർ പെർസെപ്ഷൻ ഓഫ് ദംസെൽഫ് ഓർ ദെയർ സെൽഫ് ഇമേജ് is the product of their one heredity, one's environment and one experience. Thus every person's self image is unique and different from the others. ഒരാളുടെ സെൽഫ് ഇമേജ് എന്ന് പറഞ്ഞാൽ അവരുടെ ഹെറിഡിറ്റി, അവരുടെ കൾച്ചർ, അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ് ഒരാളുടെ സെൽഫ് ഇമേജ് എന്ന് പറഞ്ഞാൽ. സോ ഓരോരുത്തരുടെയും അതെന്തായിരിക്കും, യുണീക്ക് ആയിരിക്കും. സോ അയാൾ ചിന്തിക്കുന്നതും അയാളുടെ പെർസെപ്ഷനും ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. Self-image can create a barrier because we accept communication which is compatible with our self-image. We reject communication which goes against our perception. അത് നമുക്കൊരു കാര്യത്തിനോടൊരു പെർസെപ്ഷൻ ഉണ്ടാവും. സോ ആ ഒരു സെൽഫ് ഇമേജ് ഉണ്ടാവും. സോ അതിനെതിരെ എന്തെങ്കിലും വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും, നമ്മളുടെ കമ്മ്യൂണിക്കേഷനെ റിജക്റ്റ് ചെയ്യും. ബട്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളത് കേൾക്കാൻ റെഡി ആവും ചെയ്യും. നമ്മളുടെ സെയിം പെർസെപ്ഷൻ ആണെങ്കിൽ വി ആർ റെഡി ടു ഹിയർ ഇറ്റ്, വി ആർ റെഡി ടു ലിസൺ ദാറ്റ്. ബട്ട് അത് എഗെയിൻസ്റ്റ് ആണെങ്കിൽ വി ആർ നോട്ട് റെഡി ടു ലിസൺ ദാറ്റ്. ഒരു കമ്മ്യൂണിക്കേഷൻ കേൾക്കാൻ നമ്മൾ റെഡി ആവില്ല. അതാണ് വേരിഡ് പെർസെപ്ഷൻ പറഞ്ഞാൽ. ഓരോ ആളുകളുടെ പെർസെപ്ഷനും ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം എന്താണ്, അയാൾ ജനിച്ചു വളർന്ന സ്ഥലം അല്ലെങ്കിൽ സിറ്റുവേഷൻ
സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഞാൻ വിചാരിക്കുന്ന പോലെ അല്ല നിങ്ങളുടെ ഓരോരുത്തർ വിചാരിക്കുക, ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. സോ അതുകൊണ്ട് അതൊരു ബാരിയറായിട്ട് മാറാം. ഇപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുമ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് അത് പറയുന്നത്. പക്ഷെ അത് അതേപോലെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിക്കോളണമെന്നില്ല. കാരണം നിങ്ങൾ അനുഭവിക്കുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതുപോലെ നിങ്ങൾക്ക് കിട്ടിക്കോളണമെന്നില്ല. സോ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്. നെക്സ്റ്റ് ഇൻട്രാ പേഴ്സണൽ തന്നെ വരുന്നതാണ് ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്. അത് നമുക്ക് റാങ്ക് ഒരു പൊസിഷനൊക്കെ വെച്ച് പറയാം. അതായത് ഇപ്പോൾ ഒരു എക്കണോമിക് ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, പ്രൊഫഷണൽ ആയിക്കോട്ടെ, സ്റ്റാറ്റസ് കൺസേൺഡ് ആണ് അല്ലേ. ഇപ്പം നമ്മൾ എന്താണ്, നമുക്ക് ചിലപ്പോൾ നമ്മളെക്കാട്ടി കുറച്ച് റിച്ച് ആയിട്ടുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര റെസ്പെക്റ്റൊക്കെ കീപ്പ് ചെയ്തിട്ടാണ് സംസാരിക്കുക. അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു സൊസൈറ്റിയിൽ ഹൈ ലെവലിൽ നിൽക്കുന്ന ആളുകളോടാണെങ്കിൽ നമ്മൾ അവരോട് ഭയങ്കര റെസ്പെക്റ്റൊക്കെ വെച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മറിച്ച് താഴെയുള്ള ഒരാളാണെങ്കിലോ ഇൻഫീരിയർ ആയിട്ടുള്ള ആളാണെങ്കിൽ നമ്മൾ എങ്ങനെയോ സംസാരിക്കും. അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മാറ്റേഴ്സ് ആണ്. ഇപ്പം നമ്മൾ ബോസിനോട് സംസാരിക്കുന്ന പോലെ നമ്മളുടെ കൊളീഗിനോട് സംസാരിക്കുക, അവിടെ ഡിഫറൻസ് ഉണ്ടാവും. അതൊക്കെ എന്താണ്, ബാക്ക്ഗ്രൗണ്ടാണ്. അതായത് പൊസിഷനാണ്. എക്കണോമിക്കലി ആയിട്ടും സോഷ്യലായിട്ടും പ്രൊഫഷണലി ആയിട്ടും ഉണ്ടാകുന്ന സ്റ്റാറ്റസിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ് ഇവിടെ. Hierarchy create difference in rank and the normal situation. Their status by itself does not cause barriers, but when a person become too conscious about his status, whether high or low, the status become a barrier. അതായത് സ്റ്റാറ്റസ് ഒരു ബാരിയർ അല്ല, ബട്ട് നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ സാറിനോട് ഒരു കാര്യം പറയണമെന്നുണ്ട്, ബട്ട് ഞാൻ ഞാൻ ഇൻഫീരിയർ ആണ്, ഇവരെ താഴെയാണ്, എനിക്ക് ഈ ഐഡിയ പറയാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളൊരു കോൺഷ്യസ് എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ എനിക്കതൊരു ബാരിയറായിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് മൂപ്പരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ എൻ്റെ സാറെ അടുത്ത് പോകുമ്പോൾ എനിക്ക് തുടങ്ങും, എനിക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. മറിച്ച് ആ സ്റ്റാറ്റസ് ഒന്നും എൻ്റെ മൈൻഡിലില്ല. ഞാനായിട്ട് നിന്ന് സംസാരിക്കുകയാണെങ്കിൽ എന്താണ്, അവിടെ പ്രോപ്പറായിട്ട് നല്ല ഫ്ലോയിൽ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താ, ഫോർ ഇൻസ്റ്റൻസ് ഇൻ എ ബിസിനസ് ഓർഗനൈസേഷൻ എ സീനിയർ എക്സിക്യൂട്ടീവ് ഹു ഈസ് അൺഡൂലി കോൺഷ്യസ് ഓഫ് ഹിസ് സീനിയോറിറ്റി വിൽ നോട്ട് കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി വിത്ത് ജൂനിയേഴ്സ്. അതായത് ഇപ്പോൾ നേരെ തിരിച്ചാണെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അയാളിങ്ങനെ ഞാൻ ഹൈറ്റിലുള്ളതാണ്, സോ ഞാൻ ഇവരോട് സംസാരിക്കേണ്ട എന്നുള്ള ജൂനിയേഴ്സിനോട് സംസാരിക്കേണ്ട എന്നൊരു മൈൻഡ് ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യില്ല, പ്രോപ്പറായിട്ട് ഈ ജൂനിയേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. മറിച്ച് അയാളുടെ ഉള്ളിൽ അങ്ങനെ ഒരു കോൺഷ്യസ്നെസ് ഇല്ല. അയാളുടെ ഉള്ളിൽ അങ്ങനെ കോൺഷ്യസ്നെസ് ഇല്ല എന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും, അയാൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യും, സംസാരിക്കാൻ വേണ്ടിയിട്ട് നോക്കും എല്ലാവരോടും. അതാണ് ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്. ഇതാണ് ഇൻട്രാ പേഴ്സണൽ. ഒന്ന് എന്താണ്, റോങ് അസംഷൻ, പ്രെജുഡിസ് മൈൻഡ്. ഒരാളോട് ഓൾറെഡി മുൻവിധി ഉണ്ടാക്കി വെക്കുക, അയാൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇങ്ങനെയാണ് എന്ന്. അതൊരു ബാരിയർ ആവും. നമുക്കത് ഓൾറെഡി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് അവരോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറൊരു പെർസെപ്ഷൻ, പല പെർസെപ്ഷൻ ആണെങ്കിൽ നമുക്ക് അത് ചിലപ്പോൾ ഏറ്റെടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പിന്നെ നെക്സ്റ്റ് ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്. അതായത് സൊസൈറ്റിയിൽ സോഷ്യലായിരിക്കാം, എക്കണോമിക് ആയിരിക്കാം, പ്രൊഫഷണലി ആയിരിക്കാം, ഏതും ആയിക്കോട്ടെ, എഡ്യൂക്കേഷനിലൊക്കെ ആയിക്കോട്ടെ, അങ്ങനെ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെ വരും. ഓക്കെ, ഇതാണ് അതിലെ 3 പറയുന്നത്. ഇനി ഇന്റർപേഴ്സണൽ ബാരിയേഴ്സ് ആണ് നെക്സ്റ്റ് പറയുന്നത്. അത് ഒന്നാമത്തേതാണ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഒപ്പീനിയൻസ്. അതായത് ഹലോ എഫക്റ്റ് ആൻഡ് ഹോൺ എഫക്റ്റ് എന്ന് പറയും. ആറ്റിറ്റ്യൂഡ് ആൻഡ് ഒപ്പീനിയൻസ് ഹലോ എഫക്റ്റ് ആൻഡ് ഹോൺ എഫക്റ്റ് എന്ന് പറയും. അതെങ്ങനെയാണ്, സംടൈം അവർ റിയാക്ഷൻ ടു പീപ്പിൾ ആർ നോട്ട് ബാലൻസ്ഡ് ഒബ്ജക്റ്റീവ്, ദേ ആർ ഓൺ extreme nature. Either we like a person so much that we can find no shortcoming in him, or we dislike someone so much that we can see nothing good in her. In both cases we commit errors of judgment and fail to understand the person. അതായത് നമുക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ അയാളുടെ അടുത്ത് നിന്ന് എന്ത് തെറ്റ് വന്നാലും നമ്മളത് കാണില്ല. മറിച്ച് നമുക്ക് ഒരാൾ ഓൾറെഡി ദേഷ്യമാണ്, അപ്പോൾ എന്താണ്, അയാളുടെ അടുത്ത് ഒരു നല്ലത് നമ്മൾ കാണില്ല. അതാണ് നമ്മൾ ഓൾറെഡി ജഡ്ജ് ചെയ്യും. അതാണ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഒപ്പീനിയൻസ് എന്ന് പറഞ്ഞാൽ. നമ്മളെന്താണ്, ഓൾറെഡി ഒരാളെ ജഡ്ജ് ചെയ്ത് വെക്കും. അയാളുടെ അടുത്ത് എത്ര നല്ലതുണ്ടെങ്കിലും നമ്മളത് നല്ലതായിട്ട് കാണില്ല. ഇനി അയാളുടെ അടുത്ത് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ അടുത്ത് എത്ര നല്ലതില്ലെങ്കിലും നമ്മളത് നല്ലത് കണ്ടെത്താൻ വേണ്ടി നോക്കും. അവിടെ എന്താണ്, നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യാണ്. അത് നല്ലൊരു കാര്യമല്ല ഒരു കമ്മ്യൂണിക്കേഷനിൽ എന്നാണ് പറയുന്നത്. ഹലോ എഫക്റ്റ് ഈസ് ദ പോസിറ്റീവ് ഫസ്റ്റ് ഇംപ്രഷൻ ദാറ്റ് ലീഡ് us to treat someone more favorably. ഹലോ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, പോസിറ്റീവ് ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. അതായത് നമ്മൾ അയാളോട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു പോസിറ്റീവ് ഫസ്റ്റ് ഇംപ്രഷൻ ആണ് ഹലോ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എന്താ പറയുന്നത്, പോസിറ്റീവ് ഫസ്റ്റ് ഇംപ്രഷൻ ദാറ്റ് ലീഡ്സ് us to treat someone more favorably. ഇനി ഹോൺ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഫസ്റ്റ് ഇംപ്രഷൻ ദാറ്റ് ലീഡ് us to treat someone less favorably.
ഹലോ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ട് ഒരാളെ നല്ല രീതിയിൽ പോസിറ്റീവ് ഇംപ്രഷനാണ്, ഒരാളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാനുള്ള പോസിറ്റീവ് ഇംപ്രഷനാണ്. ഹോൺ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇംപ്രഷനാണ്, ഒരാളെ മോശം രീതിയിൽ ലെസ് ഫേവറബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഹോൺ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. ഇനി നെക്സ്റ്റ് ഒന്നാമത്തെ ആറ്റിറ്റ്യൂഡ് ഒപ്പീനിയൻ നമ്മൾ ഓൾറെഡി ജഡ്ജ് ചെയ്യും ഒരാളെ. ഇനി നെക്സ്റ്റ് നോക്കിയാൽ ഇമോഷണൽ ഔട്ട്ബേസ്റ്റ്. ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ഇമോഷൻ മേ ബി കണക്റ്റഡ് ടു ദ കമ്മ്യൂണിക്കേഷൻ റിസീവ്ഡ് ഓർ ഇറ്റ് മേ ബി പ്രസന്റ് ഇൻ ദ സെൻഡർ ഓർ റിസീവർ മൈൻഡ് even before the communication take place. In both cases it acts as a barrier. എങ്ങനെയാണ് ഇമോഷൻ ക്യാൻ ബി പോസിറ്റീവ് ലൈക്ക് ഹാപ്പിനെസ് ആൻഡ് ജോയ് ഓർ നെഗറ്റീവ് ലൈക്ക് ഫിയർ ആങ്കർ മൈൻഡ് സ്ട്രെസ്. ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമോഷൻ ആക്ട് ആസ് ബാരിയേഴ്സ് ഇഫ് ദേ ആർ നോട്ട് കെപ്റ്റ് ഇൻ ചെക്ക്. അതായത് നമ്മളൊരു കാര്യം പറയുമ്പോൾ ഇപ്പം ഇമോഷണലി ഞാൻ ചിലപ്പോൾ നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലാവില്ല. ഇപ്പം ഞാൻ സെൻഡ് ചെയ്യുന്ന ഞാനും റിസീവ് ചെയ്യുന്ന നിങ്ങളും എങ്ങനെയോ ആയിക്കോട്ടെ, ചിലപ്പോൾ രണ്ടുപേരുണ്ടാവും, ചിലപ്പോൾ ഒരാളായിരിക്കും. ഒരു ഇമോഷണലി നല്ലൊരു കണക്റ്റിലല്ലെങ്കിൽ അതെന്തായി മാറും, അതൊരു ബാരിയറായിട്ട് മാറും. നിങ്ങൾക്ക് അത് അതേപോലെ എടുക്കാൻ പറ്റിക്കോളണമെന്നില്ല. അത് ചിലപ്പോൾ ഹാപ്പിനെസ് ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ്, അവർ പറയുന്നത് നമുക്ക് അതേപോലെ എടുത്തുകൊള്ളണമെന്ന്. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ചില ആളുകൾ നമ്മളോട് നല്ല രീതിക്കായിരിക്കും പറയാം, പക്ഷെ നമ്മുടെ മെൻ്റലി നമ്മൾ ഓക്കെ അല്ലാത്തതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ആ മെൻ്റലി ഓക്കെ ഒക്കെ ആയിട്ട് നമ്മൾ ചിരിക്കുമ്പോൾ അയാൾ പറഞ്ഞത് ശരിയായിരുന്നു എന്നുള്ളൊരു തോട്ട് നമുക്ക് വരും അല്ലേ. സോ അതാണ് പറയുന്നത് ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബാരിയറായിട്ട് നിൽക്കും, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല പ്രോപ്പറായിട്ട്. ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തന്നെ, പുറത്തില്ലാതെ നമ്മുടെ മനസ്സിൽ ആ ഇമോഷണൽ ബാരിയർ ഉണ്ടെങ്കിൽ തന്നെ അതൊരു ബാരിയറായിട്ട് നിലനിൽക്കുമെന്നാണ് പറയുന്നത്. ദെൻ കൾച്ചറൽ വേരിയേഷൻ. ഓക്കെ, കൾച്ചറൽ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഹു ലിവ് ഇൻ ഡിഫറെൻറ്റ് cultures and historical epoch communicate differently and have different patterns of thought. അതായത് ഡിഫറെൻറ്റ് കൾച്ചേഴ്സിലുള്ള ആളുകൾക്ക് ഡിഫറെൻറ്റ് തോട്ട്സ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പം ഞാൻ ചിന്തിക്കുന്ന പോലെ അവരെ വേറൊരു കൾച്ചറിൽ ജീവിക്കുന്നത്, ഇപ്പം നമ്മൾ സൗത്ത് ഇന്ത്യൻസിൻ്റെ പോലെയല്ല നോർത്ത് ഇന്ത്യൻസ് ജീവിക്കുക. അവർക്ക് ഡിഫറെൻറ്റ് തോട്ട്സ് ആയിരിക്കും, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ലെവലിലായിരിക്കും അല്ലേ. സോ അതൊരു കൾച്ചറൽ വേരിയേഷൻ അതിന് കാരണമാണ്. കൾച്ചറൽ ബാരിയർ ഇൻ കമ്മ്യൂണിക്കേഷൻ occur mainly when communication happens between two different cultural background. In conservative society like Arab and African countries, greeting opposite gender by shaking hand or hugging considered as ill manner. അതായത് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു അറബ്സ് ആയാലും നമ്മളുടെ നാട്ടിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു സ്ട്രേഞ്ചേഴ്സിനെ ഒരു ഗേളും ബോയും തമ്മിൽ ഹഗ് ചെയ്യുന്നതും ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത് ഒരു ഇൽ മാനറായിട്ടാണ് അറബികളും ആഫ്രിക്കൻ പീപ്പിളൊക്കെ കാണുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം വെസ്റ്റേൺ കൺട്രീസിൽ എന്താണ്, അത് അവരുടെ ഒരു പ്രാക്ടീസാണ്. ഒരാളെ കാണുമ്പോൾ ഷേക്ക് ഹാൻഡ് കൊടുക്കുക അല്ലെങ്കിൽ ഹഗ് ചെയ്യുക എന്നുള്ളത് വെസ്റ്റേൺ കൺട്രീസിൽ അവർക്കൊരു നല്ലൊരു കാര്യമാണ്. ബട്ട് അറബ് കൾച്ചറിലൊക്കെ എന്താണ്, അത് ആണോ പെണ്ണോ ആയിക്കോട്ടെ, വെസ്റ്റേൺ കൺട്രീസിൽ അത് നല്ലൊരു കാര്യമാണ്. ബട്ട് അറബ് കൾച്ചറിലേക്ക് എത്തുമ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ട് മാറുന്നുണ്ട്, അതൊരു മോശം കാര്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്താണ്, രണ്ട് കൾച്ചറിൻ്റെ ഡിഫറൻസ് ആണ് അവിടെ കാണുന്നത്. അറബ് കൾച്ചറല്ല ഈ വെസ്റ്റേൺ കൾച്ചർ ഉള്ളത്. സോ രണ്ട് കൾച്ചർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് അവിടെ കാണുന്നത്. അപ്പോൾ അതൊരു കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയറായിട്ട് നിലനിൽക്കും. നെക്സ്റ്റ് നോയ്സ്, അതായത് ഫിസിക്കൽ ആയിക്കോട്ടെ എൻവയോൺമെൻറ്റിൽ നിന്ന് വരുന്ന നോയ്സസ് എന്താണ്, എക്സ്റ്റേണൽ ഫാക്ടർ, ട്രാഫിക് അല്ലെങ്കിൽ പ്ലേയിങ് ലൗഡ് മ്യൂസിക്, ട്രെയിൻസ്, എയറോപ്ലെയിൻസ് ഓർ ബൈ ക്രൗഡ്സ് ഓഫ് പീപ്പിൾ അഫക്റ്റ് അവർ കമ്മ്യൂണിക്കേഷൻ. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മളൊരു ട്രെയിനിൽ യാത്ര പോവുകയാണെങ്കിൽ നമുക്ക് ഒരു വോയിസ് അയക്കുകയാണെങ്കിൽ പോലും ഒരു ഓഡിയോ അയക്കുകയാണെങ്കിൽ പോലും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. അതൊരു നോയ്സ് ആയിട്ട് നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പ്രോപ്പറായിട്ട് അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. അപ്പോൾ അതൊക്കെ ഒരു കാരണമായിട്ട് മാറും. പിന്നെ നെക്സ്റ്റ് ആണ് ഫിസിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പീപ്പിൾ. ഇപ്പോൾ നമുക്കറിയാം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള ആളുകളുണ്ട്, നമുക്ക് ഫിസിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അത്ര, അതായത് ഒരാൾ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന അത്ര നമുക്കൊരു ഫോണിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്, ആ ടച്ച് എന്നുള്ള ഫീലിംഗ് ഒന്നും അവിടെ കിട്ടില്ല. ഓക്കെ, സോ ഫിസിക്കൽ കമ്മ്യൂണിക്കേഷൻ്റെ ഡിസ്റ്റൻസ് നമുക്കൊരു ബാരിയറായിട്ട് നിലനിൽക്കും. അത് മെക്കാനിക്കൽ പ്രോബ്ലം ആൻഡ് ഡിഫക്റ്റ് ഇൻ ഇൻസ്ട്രുമെൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഓൾസോ ക്രിയേറ്റ് ഫിസിക്കൽ ബാരിയേഴ്സ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അതൊരു മെക്കാനിക്കൽ പ്രോബ്ലം ആണില്ല, എൻ്റെ ഫോണിൻ്റെ കംപ്ലയിൻ്റ് ആണ്. സോ നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് ചിലപ്പോൾ കേട്ടുകൊള്ളണമെന്നില്ല. ഞാൻ ഇപ്പോൾ നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ബട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അത് എത്തുമ്പോൾ അത് നോയ്സ് ഒക്കെ ആയിട്ടായിരിക്കും എത്തുക, കാരണം എൻ്റെ ഫോണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ. ഓക്കെ, അതൊരു മെക്കാനിക്കൽ പ്രോബ്ലം ആണ്. സോ ഇതൊക്കെ നോയ്സിൽ പെടുന്നതാണ്. ട്രാഫിക് ആയാലും ലൗഡ് മ്യൂസിക് ആയാലും അതുപോലെ രണ്ട് പീപ്പിൾ ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉള്ളതും അതുപോലെ ഇൻസ്ട്രുമെൻറ്റ്, അതായത് പ്രോബ്ലംസ്, മെക്കാനിക്കൽ പ്രോബ്ലംസ്, ദെൻ കമ്പ്യൂട്ടർ ദാറ്റ് ഹാങ് ഓർ ഡെഡ് ടെലിഫോൺ ലൈന്, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നോയ്സിൽ പെടുന്നതാണ്. അതേപോലെ തന്നെ സൈക്കോളജിക്കൽ ഡിഫക്റ്റ് ആയിട്ടുള്ള സ്റ്റാമറിങ്, ഹിയറിംഗ് ഡിഫക്റ്റ്, മംബ്ലിങ്, ഇതൊക്കെ നോയ്സിൽ പെടാം. ഓക്കെ, പല ടൈപ്പ് ഓഫ് നോയ്സ് പറഞ്ഞു. ഒന്ന് പറഞ്ഞത് എന്താണ്, ലൗഡ് മ്യൂസിക്, ട്രാഫിക് ഒക്കെ പറഞ്ഞു. നെക്സ്റ്റ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ്,
ദെൻ നെക്സ്റ്റ് ഫിസിക്കൽ ബാരിയേഴ്സിൽ വരുന്നത് പിന്നെ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്കൽ ബാരിയേഴ്സ് പറഞ്ഞു. ദെൻ അതുപോലെ സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. ഇപ്പോൾ സ്റ്റാമറിങ് വിക്കി പറയുന്നത് നമുക്കൊരു കമ്മ്യൂണിക്കേറ്റ്, ഇപ്പോൾ വിക്കി പറയുമ്പോൾ നമുക്ക് ആ ഫ്ലോയിങ് അങ്ങ് പോകും, കമ്മ്യൂണിക്കേഷൻ്റെ ഫ്ലോയിങ് അങ്ങ് പോകും. പിന്നെ നെക്സ്റ്റ് ഹിയറിംഗ് ഡിഫിക്കൽറ്റി, ഒരാൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എത്ര ഇങ്ങനെ കുറേ വട്ടം പറഞ്ഞ് ആ ഒരു ഫ്ലോ പോകും കമ്മ്യൂണിക്കേഷൻ്റെ. ഓക്കെ, നെക്സ്റ്റ് അതാണ് എന്ത് പറയുന്നത് ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ പറയുന്നത് ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു ഒപ്പീനിയൻ. ഓൾറെഡി നമ്മളൊരാളെ കുറിച്ച് ഇങ്ങനെ ഒരു മൈൻഡ്, അതായത് നമ്മളൊരാളെ അതിൽ ഹലോ എഫക്റ്റ് ഹോൺ എഫക്റ്റ് എന്താണെന്ന് ആദ്യം പഠിച്ചെടുക്കുക. ഹലോ എഫക്റ്റ് പോസിറ്റീവാണ്, ഹോൺ എഫക്റ്റ് നെഗറ്റീവാണ്. ഹലോ എഫക്റ്റിൽ പോസിറ്റീവ് ഫേവറബിൾ ആയിരിക്കും, നല്ല ഫേവറബിൾ ആയിരിക്കും. ഹോൺ എഫക്റ്റിൽ ലെസ് ഫേവറബിൾ ആയിരിക്കും. ദെൻ ഇമോഷണൽ ഔട്ട് ബേസ്റ്റ്, നമ്മുടെ ഇമോഷണൽ നമ്മൾ ഓക്കെ അല്ലാത്ത സമയത്തൊക്കെ ഉണ്ടാകുന്ന ഔട്ട് ബേസ്റ്റ്. ദെൻ കൾച്ചറൽ വേരിയേഷൻ നമ്മൾ പറഞ്ഞു. ദെൻ നോയ്സ്, നമുക്ക് നോയ്സിൽ തന്നെ ഒരുപാട് സൈക്കോളജിക്കലി ആയിട്ടും മെക്കാനിക്കലായിട്ടൊക്കെ പറഞ്ഞു, അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ആണ് പറയുന്നത്. ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് 3 പറയാനുള്ളത്. റോങ് ചോയ്സ് ഓഫ് മീഡിയ, ഫിയർ ഓഫ് സുപ്പീരിയേഴ്സ് ആൻഡ് ഇൻഫോർമേഷൻ ഓവർലോഡ്. അപ്പോൾ ഇവിടെ റോങ് ചോയ്സ് ഓഫ് മീഡിയ എന്ന് പറഞ്ഞാൽ ദിസ് ക്യാൻ കോസ് എ ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ ഇഫ് ദ സെൻഡർ യൂസസ് ദ റോങ് ചാനൽ ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് ദ മെസ്സേജ് വിത്ത് ഈസ് ഇംപ്രോപ്പർ ഫോർ ദ ഓഡിയൻസ്. അതായത് ഈ സെൻഡർ എന്ത് ചെയ്യുക, മീഡിയ റോങ് ആയിട്ട് ചൂസ് ചെയ്യുക. അവിടെ എന്താണ്, ഇപ്പോൾ ഒരാൾ ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷനൊക്കെ എടുത്ത് ക്ലാസ് എടുത്ത് കൊടുക്കണം. ആർക്ക്, ഒരു എഡ്യൂക്കേറ്റഡ് അല്ലാത്ത കുറേ ആളുകൾക്ക്. അവർക്ക് എന്തെങ്കിലും മനസ്സിലാവും, അവർക്ക് ഇതിൽ നോക്കിയാൽ സ്ക്രീനിൽ നോക്കിയാൽ ഒന്നും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എന്താണ്, അവിടെ ഒരു റോങ് ചോയ്സ് ഓഫ് മീഡിയ ആണത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഈ പവർ പോയിന്റ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് എന്ന് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ക്ലിയർ ഇല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവും. അപ്പോൾ എന്താണ്, ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള മീഡിയം എന്ന് പറയുന്നത് റോങ് ആണ്, തെറ്റായിട്ടുള്ള മീഡിയ ആണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തത്. അതാണ് റോങ് ചോയ്സ് ഓഫ് മീഡിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതിൽ തന്നെ പറയാനുള്ള ഫിയർ ഓഫ് സുപ്പീരിയേഴ്സ്. ഫിയർ ഓഫ് സുപ്പീരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സുപ്പീരിയേഴ്സിനോട് നമുക്ക് ഉണ്ടാവുന്ന ഫിയർ. ദ പീപ്പിൾ ഓക്യുപ്പൈയിങ് ഇൻ ദ ടോപ്പ് പൊസിഷൻ ഓഫ് ദ ഹയറാർക്കി ആർ സുപ്പീരിയർ ടു ദ വൺ ഓക്യുപ്പൈയിങ് ഇൻ ദ ലോവർ ലെവൽ. അതായത് സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കമ്പനിയിൽ ഏറ്റവും ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്ന ആളാണ് സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ താഴെയുള്ളവരാണ് ഇൻഫീരിയർ. ദ കമ്മ്യൂണിക്കേഷൻ എമംഗ് ദം വുഡ് ബി ഫോമൽ. അവർക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഫോമൽ ആവും. നമ്മൾ ഫോമൽ കമ്മ്യൂണിക്കേഷൻ ഇൻഫോമൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഫോമൽ കമ്മ്യൂണിക്കേഷൻ ആവും. ദിസ് ഫോമൽ കമ്മ്യൂണിക്കേഷൻ മേ ഓഫൻ ആക്ട് ആസ് എ ബാരിയർ ടു ദ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഈ ഫോമൽ കമ്മ്യൂണിക്കേഷൻ എന്താവും, ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് ബാരിയർ ആയിട്ട് എപ്പോഴും നിലനിൽക്കുന്നതാണ്. സച്ച് ആസ് ദ ലോവർ ലെവൽ എംപ്ലോയി മൈറ്റ് ബി റെലുക്റ്റന്റ് ടു സെൻഡിങ് മെസ്സേജ് ടു സുപ്പീരിയർ. അതായത് അയാളുടെ ഉള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പേടി ഉണ്ടാവും. ഒരു സുപ്പീരിയറോട് സംസാരിക്കുമ്പോൾ ഇതെൻ്റെ സുപ്പീരിയർ ആണ്, ഞാൻ എന്ത് സംസാരിക്കും എന്നുള്ളൊരു പേടിയുണ്ടാവും. എത്ര നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോയാലും നമുക്ക് മുകളിലുള്ള ഒരാളെ അല്ലെങ്കിൽ ഒരു ഹയറാർക്കിയിൽ മുകളിലുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അവിടെ ഒന്ന് ഷെയ്ക്ക് ആവും നമ്മൾ പെട്ടെന്ന്. കാരണം അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു ഫിയർ ഓഫ് സുപ്പീരിയർ ഉണ്ടാവും. നമുക്ക് അവരോടാണ് സംസാരിക്കുന്നത് എന്നുള്ളൊരു ഫിയർ നമ്മളുടെ മൈൻഡിലുണ്ടാവും. അതൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷന് എന്ത് ചെയ്യും, ബാരിയറായിട്ട് നിലനിൽക്കും. ഇപ്പം ഞാൻ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനാണ് പോകുന്നത്, പക്ഷെ എൻ്റെ സുപ്പീരിയേഴ്സിനൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയായി. അപ്പോൾ എന്തായി, അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ കട്ടായി പോയി, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ കട്ടായി പോവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇൻഫോർമേഷൻ ഓവർലോഡ്. ദിസ് റെഫേഴ്സ് ടു എക്സസീവ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫോർമേഷൻ, മച്ച് മോർ ഇൻഫോർമേഷൻ ദാൻ വാട്ട് ദ റിസീവർ ക്യാൻ പ്രോസസ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ഹിം. അതായത് നമ്മൾ ചില സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, കുറേ ഇൻഫോർമേഷൻ കൊടുക്കും. അങ്ങനെ ചെയ്യരുത്. ഒരാൾക്ക് എടുക്കാൻ പറ്റുന്ന അത്ര ഇൻഫോർമേഷൻ കൊടുക്കുക, അല്ലാതെ ഓവർലോഡായിട്ട് കൊടുക്കരുത്. The receiver cannot understand, analyze and act upon the information overload. അതായത് അയാളുടെ മെൻ്റൽ കപ്പാസിറ്റിക്ക് അപ്പുറത്ത് അയാൾക്ക് കുറേ ഇൻഫോർമേഷൻ കൊടുത്താൽ അതിനനുസരിച്ചിട്ട് അയാൾക്ക് അനലൈസ് ചെയ്യാനോ ആക്ട് ചെയ്യാനോ അയാൾക്ക് അതിനനുസരിച്ചിട്ട് ഡിസിഷൻ എടുക്കാനോ അത് മനസ്സിലാക്കാനോ ഒന്നും പറ്റില്ല എന്നാണ് പറയുന്നത്. സോ ഇതാണ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് പറയുന്നത്. ഒന്ന് റോങ് ചോയ്സ് ഓഫ് മീഡിയ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന മീഡിയ റോങ് ആയി പോകുന്നത്. അതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആളുകൾക്ക് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനിലുള്ള എക്യുപ്മെൻറ്റ് വെച്ച് ക്ലാസ് എടുക്കുന്നത് അത് അവർക്ക് പ്രോപ്പറായിട്ട് കിട്ടിക്കോളുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് അറിയാത്ത കുറേ ആളുകളോട് പോയിട്ട് ഇംഗ്ലീഷ് പറഞ്ഞാൽ അവർക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ മലയാളം അറിയാത്ത കുറേ ആളുകളുടെ അടിയിൽ പോയിട്ട് മലയാളം പറഞ്ഞാൽ അവർക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതൊക്കെ എന്താണ്, റോങ് ചോയ്സ് ഓഫ് മീഡിയ ആണ്. ദെൻ ഫിയർ ഓഫ് സുപ്പീരിയർ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഹൈറാർക്കിയിൽ മുകളിലുള്ള ഹൈ ലെവലിലുള്ള ആളുകളോട് ഉണ്ടാകുന്ന പേടി. ഓക്കെ, നമുക്കത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം അവരോടൊരു പേടി നമ്മളുടെ ഉള്ളിൽ കോൺഷ്യസ് ആയിട്ടോ അൺകോൺഷ്യസ് ആയിട്ടോ ഉണ്ടാവും. ദെൻ ഇൻഫോർമേഷൻ ഓവർലോഡ്, ഒരാളുടെ മെൻ്റൽ കപ്പാസിറ്റിക്ക് അപ്പുറത്ത് അയാൾക്ക് ഇൻഫോർമേഷൻ കൊടുത്താൽ അവർക്ക് പ്രോപ്പറായിട്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ അതിനനുസരിച്ച് അനലൈസ് ചെയ്യാനോ അതിനനുസരിച്ച് ആക്ട് ചെയ്യാനോ പറ്റിക്കോളണമെന്നില്ല. ഓക്കെ, സോ അതും ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയറായിട്ട് നിലനിൽക്കും. ഇനി വേർബൽ ബാരിയേഴ്സ് ആണ് നെക്സ്റ്റ് പറയാനുള്ളത്. വേർബൽ ബാരിയേഴ്സ് എന്തൊക്കെയാണ്? ലാക്ക് ഓഫ് പ്രോപ്പർ പ്ലാനിങ്. നമുക്കൊരു പ്രോപ്പർ പ്ലാൻ
പ്ലാനിങ് ഇല്ലാത്തത് ഒരു കാരണമാവും. സം കമ്മ്യൂണിക്കേറ്റേഴ്സ് സ്പീക്ക് വിത്തൗട്ട് പ്രോപ്പർ പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ. ദേ ഫെയിൽ ടു കമ്മ്യൂണിക്കേറ്റ് ദ പർപ്പസ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ. ദിസ് മേ റിസൾട്ട് ഇൻ മിസ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. അതെന്താണ്? പ്രോപ്പറായിട്ട് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് ഒരു പ്രിപ്പറേഷനും ഇല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോകും. മറിച്ച് ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് പ്ലാൻ ചെയ്ത് ഇന്ന് ഇതൊക്കെയാണ് എടുക്കേണ്ടത്, ഇന്ന് ഇവിടെയൊക്കെയാണ് എടുക്കേണ്ടത്, ഇന്ന് ഈ കാര്യങ്ങളൊക്കെ പറയണം. പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്ത് വന്നാൽ അത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആവും. മറിച്ച് എന്താവും? ആ കമ്മ്യൂണിക്കേഷൻ ഒരു ബാഡ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് അതൊരു മിസ് കമ്മ്യൂണിക്കേഷൻ ആവാനുള്ള കാര്യമുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് വേറെ എന്തൊക്കെയോ ആണെങ്കിൽ എന്തായിരിക്കും? അതൊരു മിസ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ? മറിച്ച് ഞാൻ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ആയിട്ട് വന്ന് ക്ലാസ് എടുക്കുകയാണെങ്കിൽ അതൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ അതാ പറയുന്നത്, ലാക്ക് ഓഫ് പ്രോപ്പർ പ്ലാനിങ് ഒരു ബാരിയർ ആയിട്ട് നിൽക്കും, ഒരു പ്ലാനിങ് ഇല്ലാത്തത്. നെക്സ്റ്റ്, സെലക്ഷൻ ഓഫ് റോങ് വെറൈറ്റി ഓഫ് ലാംഗ്വേജ്. നേരത്തെ പറഞ്ഞ പോലെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നത് റോങ് ആവുന്നത്. സെലക്ഷൻ ഓഫ് റോങ് വെറൈറ്റി ഓഫ് ലാംഗ്വേജ്. ലാംഗ്വേജ് ഈസ് എ ടൂൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് അപ്രോപ്രിയേറ്റ്ലി. നമ്മളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ടൂൾ എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണല്ലേ? നമ്മൾ സംസാരിക്കുന്നത് തന്നെ ത്രൂ ലാംഗ്വേജ് ആണ്. സോ വി ഷുഡ് യൂസ് ഇറ്റ് അപ്രോപ്രിയേറ്റ്ലി. നല്ല രീതിക്ക് തന്നെ നമ്മളത് യൂസ് ചെയ്യണം. ഇറ്റ് ഷുഡ് ബിക്കം സ്യൂട്ടബിൾ ടു ദ കോണ്ടെക്സ്റ്റ് ആൻഡ് സിറ്റുവേഷൻ. നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആ ഒരു കോണ്ടെക്സ്റ്റിന് സ്യൂട്ടബിൾ ആയിരിക്കണം. അല്ലാതെ നമ്മൾ ഒരു മരണ വീട്ടിൽ പോയിട്ട് ഒരു മോശം ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റില്ല, ഒരു ഹാപ്പിനെസ്സിൻ്റെ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു കോണ്ടെക്സ്റ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കണം, സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ആൻ അഡൽട്ട് ആൻഡ് ആവറേജ് യൂസ്ഡ് 2000 വേർഡ് ഓർ 500 വേർഡ്സ്. ദ മോർ കോമൺലി യൂസ്ഡ് വൺ ഹാവ് ടു ടോട്ടൽ. അതായത് ഓരോ ആളുകൾ ഇത്ര വേർഡ്സ് യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. സോ എന്താണ് പറഞ്ഞത്? സെലക്ഷൻ ഓഫ് റോങ് വെറൈറ്റി ഓഫ് ലാംഗ്വേജ്. നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് റോങ് ആയി പോകരുത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, റോങ്ലി ഡീകോഡഡ് ആൻഡ് ബാഡ്ലി എൻകോഡഡ് മെസ്സേജ്. അതായത് റോങ് ആയിട്ട് ഡീകോഡ് ചെയ്ത് കൊടുക്കുക, ബാഡ് ആയിട്ട് എൻകോഡ് ചെയ്യുന്ന മെസ്സേജ്. അതെങ്ങനെയാണ്? ദ സെൻഡർ മേ ഹാവ് ക്ലാരിറ്റി വിത്ത് പ്രോപ്പർ എക്സ്പ്രഷൻ, ചോയ്സ് ഓഫ് കറക്റ്റ് വേർഡ്സ് ആൻഡ് കറക്റ്റ് പങ്ക്ച്വേഷൻ. അത് സെൻഡ് ചെയ്യുന്ന ആൾ നല്ല രീതിക്ക് അത് കൊടുത്തിട്ടുണ്ടാവും. നല്ല പ്രോപ്പർ എക്സ്പ്രഷൻ വെച്ചിട്ട്, ചോയ്സ് ഓഫ് കറക്റ്റ് ഒക്കെ വെച്ചിട്ട്, നല്ല വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് പങ്ക്ച്വേഷനിലൂടെ. While transmitting a message, badly or wrongly decoded message may lead to hilarious situation for the people involved. പക്ഷെ അത് ഡീകോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് സെൻഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആ ഒരു മീഡിയത്തിലോ എന്തെങ്കിലും ഒന്നിൽ വന്നാൽ അത് ഒരു ബാഡായിട്ട് പറയും. ഇപ്പം ഞാൻ നിങ്ങളോട് നല്ല രീതിക്ക് സംസാരിക്കുന്നുണ്ട്, പക്ഷെ റേഞ്ച് പ്രോബ്ലം കാരണം നിങ്ങൾ കേൾക്കുന്നത് വേറെ എന്തോ ആണെങ്കിൽ അതൊരു മിസ്കമ്മ്യൂണിക്കേഷന് കാരണമാവും. അതാണ് പറയുന്നത് റോങ്ലി ഡീകോഡഡ് ആൻഡ് ബാഡ്ലി എൻകോഡഡ് മെസ്സേജസ്. നെക്സ്റ്റ്, സെമന്റിക് ഗ്യാപ്പ്. സെമന്റിക് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? A distortion may happen deliberately or accidentally. Ambiguous sentence may create confusing situation. അതായത് നമ്മൾ കുറേ വേർഡ്സ് ഇങ്ങനെ യൂസ് ചെയ്തിട്ട് പറയാം. അത് നമ്മൾ പറയാനുള്ളത് എന്ത് ചെയ്യണം? നല്ല ക്ലിയർ കട്ടായിട്ട് പറയാം. ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് ക്ലിയർ കട്ടായിട്ട് പറയാം. ഓവറായിട്ട് കുറേ എക്സ്പ്ലെയിൻ ചെയ്ത് കുറേ പൊലിപ്പിച്ച് പറയാം. അത് എന്താണോ അത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. Then difference in perception of a message. And that during a conversation, one uses various type of word what can be interpreted in many ways. Different people perceive a particular situation different ways. They should verify the matter from different points of view and then come to conclusion. അതായത് മെസ്സേജിൽ ഉണ്ടാകുന്ന പെർസെപ്ഷൻ, ഡിഫറെൻറ്റ് പെർസെപ്ഷൻ തന്നെ ഒരു മെസ്സേജിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ദെൻ വേരിയേഷൻ ഇൻ ലാംഗ്വേജ്. അതായത് ലാംഗ്വേജ് ആസ് റീജിയണൽ വെറൈറ്റി. വേരിയേഷൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ഞാൻ ഇവിടെ മലപ്പുറം സംസാരിക്കുന്ന റീജിയണൽ വെറൈറ്റി തന്നെ ഉണ്ട്. അതായത് ഞാൻ മലപ്പുറം സംസാരിക്കുന്നതാവില്ല കൊച്ചിയിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ മലപ്പുറത്തെ ഭാഷ ചെന്നിട്ട് കൊച്ചിയിൽ സംസാരിച്ചാൽ അവർക്ക് അതൊരു മനസ്സിലാവാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അല്ലെങ്കിൽ തിരുവനന്തപുരമുള്ള ആൾ വന്ന് മലപ്പുറം സംസാരിച്ചാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. സോ ലാംഗ്വേജ് തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. അതായത് റീജിയണൽ വെറൈറ്റീസ് ഉണ്ട്, ഇൻഡിവിജ്വൽ വെറൈറ്റീസ് ഉണ്ട്. ഇപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള ലാംഗ്വേജ് എനിക്കുണ്ടാവും അല്ലേ? ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു അണ്ടർ മീനിങ് ഒക്കെ വെച്ച് പറയുകയാണെങ്കിൽ, ഡബിൾ മീനിങ് ഒക്കെ വെച്ച് പറയുകയാണെങ്കിൽ അതെല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഉണ്ടാകുമ്പോൾ അതൊരു ബാരിയറായിട്ട് നിലനിൽക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു കൾച്ചറിൽ ഉണ്ടാകുന്ന ലാംഗ്വേജ് ഉണ്ടാവും. ഒരു കൾച്ചർ മാത്രം യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മാത്രം യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്. സോ ഇതൊക്കെ ഇതിന് കാരണമാവുന്ന പറയുന്നത്. സോ ഇത്രയാണ് അതായത് വെർബൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. വെർബൽ ബാരിയേഴ്സ് ഒന്ന് പ്രോപ്പർ പ്ലാനിങ് ഇല്ലാത്തത്, രണ്ടാമത്തേത് റോങ് വെറൈറ്റി ഓഫ് ലാംഗ്വേജ് ചൂസ് ചെയ്യുന്നത്, ദെൻ റോങ്ലി ഡീകോഡഡ് ആൻഡ് ബാഡ്ലി എൻകോഡഡ് മെസ്സേജ്, ദെൻ സെമന്റിക് ഗ്യാപ്പ്, ഡിഫറൻസ് ഇൻ പെർസെപ്ഷൻ ഓഫ് മെസ്സേജ് ആൻഡ് വേരിയേഷൻ ഇൻ ലാംഗ്വേജ്. ഇതൊക്കെ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയർ ആയിട്ട് വരും. ഇനി നോൺ വെർബൽ ബാരിയർ ആണ് പറയുന്നത്. നോൺ വെർബൽ ബാരിയറിൽ ഏതൊക്കെയാണ്?
നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ എന്താ, വേർഡ്സ് യൂസ് ചെയ്യാത്ത കേട്ടോ. വേർഡ്സ് യൂസ് ചെയ്യാതെ വരുന്ന ബാരിയറാണ്. ഒന്ന് അവോയ്ഡിങ് ഐ കോണ്ടാക്ട്. നമ്മൾ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യാത്ത, നമ്മളെപ്പോഴും പറയും ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്ത് സംസാരിക്കണം എന്ന് എപ്പോഴും പറയും. നമ്മൾ ഐ കോണ്ടാക്ട് ആണ് ഒരാളോട് സംസാരിക്കേണ്ട ബേസിക് എന്ന് പറയുന്നത്. സോ ലാക്ക് ഓഫ് ഐ കോണ്ടാക്ട് ക്യാൻ ബി ബാരിയർ. നമ്മളൊരു ഇൻ്റർവ്യൂവിൽ ചെന്നിട്ട് നമ്മളിങ്ങനെ താഴോട്ട് നോക്കിയിട്ട് ഓക്കെ ആ മഫ്സിദ ഐ ആം ഡൂയിങ് ദിസ് എന്ന് പറഞ്ഞാൽ റെഡി ആവില്ല. മറിച്ച് ഞാൻ നിങ്ങളോട് ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്ത് സംസാരിക്കുമ്പോൾ അത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആണ്, ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുക. സോ ഇമാജിൻ എ നെർവസ് സ്പീക്കർ ഹു ടോക്സ് ഓൺ ദ ഫ്ലോർ ഓർ ദ പവർ പോയിന്റ് യൂസർ. അതായത് ഇപ്പം നിങ്ങളോട് ഞാൻ അങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ മുഖത്തോട്ട് നോക്കാതെ വെറും വീട്ടിങ്ങനെ നോക്കിയിട്ട് സംസാരിക്കുകയാണ്. നിങ്ങളെ മുഖത്തോട്ടേ ഞാൻ നോക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ താഴോട്ട് നോക്കിയിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. എന്തെങ്കിലും ഒരു എഫക്ഷൻ ഉണ്ടാവും? ഇല്ല. ഞാൻ നിങ്ങളോട് ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നത്, നിങ്ങൾക്ക് എൻ്റെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവുന്നതും. അത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് എൻ്റെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുന്നുണ്ടോ ഇല്ലെന്ന്. ബട്ട് സ്റ്റിൽ ഐ ഹോപ്പ് നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുന്നുണ്ട്. സോ അതാണ് പറഞ്ഞത്, നമുക്ക് ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യൽ മസ്റ്റാണ്. ഓക്കെ. Then the presenter keeping his hand or thumbs constantly in the pocket of his trousers indicate that he is scared or deceptive to audience. അതായത് ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഹാൻഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. മറിച്ച് ഞാൻ എൻ്റെ പോക്കറ്റിൽ മാത്രം കൈയിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിനർത്ഥം എന്താ? ഐ ഹാവ് സം കൈൻഡ് ഓഫ് ഫിയർ. നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു ഫിയർ ഉണ്ട്, എനിക്കൊരു പേടി ഉണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. മറിച്ച് ഞാൻ നിങ്ങളോട് ഭയങ്കര കൂളായിട്ട് സംസാരിക്കുകയാണെങ്കിൽ എന്താ? അവിടെ ഒരു ലാക്ക് ഓഫ് ഫിയർ ആണ്, ഫിയർ ഇല്ല. മറിച്ച് ഞാൻ നിങ്ങൾ എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ കൈ ഇട്ടിട്ട് ഹാൻഡ് ഇട്ടിട്ട് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഷോസ് ദാറ്റ് ഐ ഹാവ് സം കൈൻഡ് ഓഫ് ഫിയർ. എനിക്ക് ചില തരത്തിലൊരു ഫിയർ ഉണ്ട്, അല്ലെങ്കിൽ ഐ എം സ്കെയർഡ് ഓഫ് ദ ഓഡിയൻസ്. ഞാൻ ഓഡിയൻസിനെ സ്കെയർ ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ദെൻ കണ്ടിന്യൂസ് ഓക്കേർഡ് ഗസ്റ്റേഴ്സ് ഇൻഡിക്കേറ്റ് പ്രോബ്ലം ഇൻ ദ സ്മൂത്ത് ഫ്ലോ. അതായത് ഓക്കേർഡ് ഗസ്റ്റേഴ്സ് പലതരത്തിലാവാം, ഡിപ്പെൻഡ് അപ്പോൺ ദ പേഴ്സൺസ്. ഓക്കെ. ഇങ്ങനെ ചില സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ ഒരു കൈൻഡ് ഓഫ് എന്താണ്, അത് കണ്ടിന്യൂസ് അല്ല. ഒരു വട്ടമൊക്കെ അയ്യോ അങ്ങനെ വേണം, ഓക്കെയാണ്. ഇവിടെ കുറേ വട്ടം ഇങ്ങനെ വരുമ്പോൾ അതൊരു ഫ്ലോ പോകാൻ കാരണമാവും. ഓക്കെ. പിന്നെ ഒരു വട്ടം ഇങ്ങനെ അയ്യോ ഓക്കെ ദിസ് ഓക്കെ. ബട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ പറയുകയാണെങ്കിൽ എന്താണ്, ആ ഒരു ഫ്ലോ അങ്ങ് നശിച്ച് കളയും എന്നാണ് പറയുന്നത്. ഓക്കെ. ദെൻ ഇതൊക്കെയാണ് നോൺ വെർബൽ ബാരിയേഴ്സ്. ഒന്ന് ഐ കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യുന്നത്, പിന്നെ നമ്മളുടെ പ്രസൻറ്റർ എന്ത് ചെയ്യുക, തംസോ ഹാൻഡ്സോ കോൺസ്റ്റൻ്റ്ലി പാൻറ്റിൻ്റെ ഉള്ളിൽ കീപ്പ് ചെയ്യുന്നത്. ദെൻ കണ്ടിന്യൂസ് ഓക്കേർഡ് ഗസ്റ്റേഴ്സ്, ആ ഒരു ഫ്ലോ നശിക്കാൻ കാരണം. ഓക്കെ. ഇത്രയാണ് ബാരിയേഴ്സ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇൻട്രാ പേഴ്സണൽ, ഇൻ്റർ പേഴ്സണൽ, വെർബൽ, ഓർഗനൈസേഷനിൽ നോൺ വെർബൽ ബാരിയേഴ്സ് പറഞ്ഞു. അതിൽ തന്നെ നമ്മൾ ഒരുപാട് സബ് ഹെഡിങ്സ് പറഞ്ഞു. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക, ആ ഒരു മെയിൻ പോയിന്റുകൾ പഠിച്ചു വെക്കുക. മെയിൻ പോയിന്റ് പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അതെന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടും. ഇനി അതിലൊരു ഡിസ്കഷൻ നോക്കിയേ. വൈ ഡസ് വി കൺസിഡർ ഫിയർ ഫോർ എ ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ? എന്തുകൊണ്ടാണ് നമ്മൾ ഫിയർ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയർ പറയുന്നത്? കാരണം നമുക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പേടിയുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് പ്രോപ്പർ ആയിക്കൊള്ളണമെന്നില്ല. പിന്നെ എന്താ നോയ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ? എന്താണ് നോയ്സ് എന്ന് നമ്മൾ പറഞ്ഞു. പല ടൈപ്പ് നോയ്സ് ഉണ്ട്, സൈക്കോളജിക്കൽ ഉണ്ട്, ഫിസിക്കലി ഉണ്ട്, അതുപോലെ ഫേസ് ടു ഫേസ് ഫിസിക്കൽ ഡിസ്റ്റൻസിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ നോയ്സ് ഉണ്ട്, പിന്നെ ട്രാഫിക്, അതൊക്കെ പറഞ്ഞു. അതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഹലോ എഫക്റ്റ് എന്താ, ഹോൺ എഫക്റ്റ് എന്താ, നമ്മൾ നല്ല രീതിയിൽ അവിടെ പറഞ്ഞതാണ്. എന്താണ് ഹലോ എഫക്റ്റ്, ഹോൺ എഫക്റ്റ്? ഹലോ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇംപ്രഷൻ ആണ്, ആളുകളോട് കൂടുതൽ ഫേവറബിൾ ആയിട്ട് നിൽക്കാൻ. മറ്റേതെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇംപ്രഷൻ ആണ്, ലെസ് ഫേവറബിൾ ആയിട്ട് നിൽക്കാൻ. എന്നാൽ കോമൺ വെർബൽ ബാരിയേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. പിന്നെ വേരിയസ് ബാരിയേഴ്സിൻ്റെ എക്സേ ചോദിക്കുന്നുണ്ട്, അത് പഠിച്ചാൽ തന്നെ ഇതൊക്കെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം എഴുതാനുണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിൽ തന്നെ കുറച്ച് ആക്ടിവിറ്റീസ് തരുന്നുണ്ട്. അതിൽ ആക്ടിവിറ്റി ഒന്ന് നോക്കുക, ചെയ്താൽ പറ്റുന്നുണ്ടോ നോക്കുക. ഇത്രയാണ് ആ കമ്മ്യൂണിക്കേഷൻ്റെ പാർട്ടിൽ നമുക്ക് പറയാനുള്ളത്. സോ നമ്മൾ നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യുക, ബാക്കി ഇമെയിൽസ്, ആ കാര്യങ്ങളൊക്കെയാണ്. അതൊരു ഡിഫറെൻറ്റ് ഭാഗത്തേക്കാണ് പോകുന്നത്. സോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എന്തൊക്കെയാണ്, എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞു, അതിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞു, ടു വേ ട്രാഫിക് ആണെന്ന് പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, ഞാൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞു, ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. അങ്ങനെ 3 ചാപ്റ്റർ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. 3 കൂടെ ഒരേ ലെവലിൽ വരുന്നത് കൊണ്ടാണ് 3 കൂടെ ഒരുമിച്ച് എടുത്തത്. സോ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയാണ് പറയാനുള്ളത്. So I hope this is clear for everyone. We will meet again with the another chapter. Thank you.